ഹലോ. ഓക്കെ, നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് തോന്നുന്നു. ഓൾമോസ്റ്റ് കുറേ പേരൊക്കെ ജോയിൻ ആയിട്ടുണ്ട്. ഇനിയും ആരെങ്കിലും കയറാനുണ്ടെങ്കിൽ പ്ലീസ് ജോയിൻ ചെയ്യാൻ പറയണം പെട്ടെന്ന്. ഓക്കെ, സോ ഗുഡ് ഈവനിങ്. നമ്മുടെ സൃഷ്ടിയുടെ ഡേ 4 മെൻറ്ററിങ് സെഷനാണ് ഇന്ന്. എല്ലാവരും ഇന്നലെ ഡേ 3 മെൻറ്ററിങ് സെഷൻ അറ്റൻഡ് ചെയ്തു എന്ന് കണ്ടു. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ഒക്കെ ആയിരുന്നു. സോ ഇന്നലെ ഓർഡിനോ ആയിരുന്നു ലാസ്റ്റ് നമ്മൾ പഠിച്ചത്. അതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും ഇന്ന് പഠിക്കുന്നത്. ആൻഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും റെഡി ആണെങ്കിൽ ഒരു തംസ് അപ്പ് ചാറ്റിലിട്ടേരി. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും എൻ്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ സെഷനാണ് ഓർഡിനോ ബേസിക്സ് വിത്ത് ടിങ്കർകാഡ്. സോ എല്ലാവരും കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാമോ? ഞാൻ സ്ലൈഡ്സ് ഒന്ന് ഇടുന്നത് വരെ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ അജണ്ട, നമുക്ക് ടിങ്കർകാഡിൽ ഓർഡിനോ വെച്ചിട്ട് കുറച്ച് ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. ഇന്നലെ നിങ്ങൾക്ക് ടിങ്കർകാഡിന്റെ ഒരു തിയറി, ബേസിക്സ് തിയറി സ്റ്റാർട്ട് ചെയ്തു. ഒരു ആക്ടിവിറ്റിയും വെച്ചാണ് സ്റ്റോപ്പ് ചെയ്തത്. ഇന്ന് നമ്മൾ ടിങ്കർകാഡ് വെച്ചിട്ട് കുറച്ചുകൂടി ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓർഡിനോ IDE നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നുണ്ട്. ടിങ്കർകാഡ് ഇപ്പോൾ പഠിപ്പിക്കുന്നത് സിമുലേറ്റ് ചെയ്ത് നോക്കാനാണ്. നിങ്ങൾക്ക് ഫിസിക്കൽ പ്രോട്ടോടൈപ്പിംഗ് ചെയ്യുന്നതിന് മുന്നേ സർക്യൂട്ട്സ് ട്രൈ ചെയ്ത് പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ടിങ്കർകാഡ് ടൂൾസ് പഠിപ്പിച്ചു തന്നത്. ബട്ട് ഓർഡിനോ IDE വെച്ചിട്ടായിരിക്കും നിങ്ങൾ ഫിസിക്കലി ഓർഡിനോ കോഡ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. സോ അതിൻ്റെ ഒരു ഇന്റർഫേസ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നതാണ്. അടുത്തതായിട്ട്
നിങ്ങൾക്ക് ചാറ്റ് ജി പി ടി യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് സൃഷ്ടിക്ക് വരുമ്പോൾ. സോ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കണക്ഷനും എല്ലാം അറിയാമെങ്കിൽ കോഡിങ്ങിന് നിങ്ങൾക്ക് ചാറ്റ് ജി പി ടി യൂസ് ചെയ്യാവുന്നതാണ്. അതെങ്ങനെ ആയിരിക്കും എന്ന് നിങ്ങൾക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ലാസ്റ്റ് സെഷൻ നമ്മുടെ സെൻസേഴ്സ് എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഓർഡിനോ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതും കുറച്ച് സെൻസേഴ്സിന്റെ എക്സാമ്പിൾ. ഇതായിരിക്കും ഇന്നത്തെ നമ്മുടെ സെഷന്റെ ഫ്ലോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആദ്യം ഒരു ആക്ടിവിറ്റി വെച്ച് തുടങ്ങാം. ഇന്നലെ നിങ്ങൾ എല്ലാവരും ടിങ്കർ കാഡ് ഫെമിലിയറൈസ് ആയതാണല്ലോ. അപ്പോൾ എല്ലാവർക്കും അതിലൊരു അക്കൗണ്ട് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ എല്ലാവരും ടിങ്കർ കാഡ് എന്ന് സെർച്ച് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടിൽ ലോഗിൻ ആയോ. എല്ലാവരും ടിങ്കർ കാഡിൽ ലോഗിൻ ചെയ്തിട്ട് ഒന്ന് തംസ് അപ്പ് ഇടണേ. എല്ലാവരും ടിങ്കർ കാഡിൽ ലോഗിൻ ആയിട്ട് ക്രിയേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സർക്യൂട്ട്സിൽ പുതിയൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെക്കുക. വെച്ചതിന് ശേഷം തംസ് അപ്പ് ഇടുക. ഓക്കെ, എല്ലാവരും അപ്പോൾ ഒരു പുതിയ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റിയുടെ പേര് ട്രാഫിക് ലൈറ്റ് സിമുലേഷൻ എന്നാണ്. നിങ്ങൾ ട്രാഫിക് ലൈറ്റ്സ് ഒക്കെ കണ്ടിട്ടില്ലേ? ഒരു റെഡ് ലൈറ്റ് കാണും, ഓറഞ്ച് ലൈറ്റ് അല്ലെങ്കിൽ യെല്ലോ ലൈറ്റ് കാണും, ഒരു റെഡ് ലൈറ്റ് കാണും, അല്ല ഒരു ഗ്രീൻ ലൈറ്റ് കാണും. അതിങ്ങനെ സീക്വൻഷ്യൽ ആയിട്ട് ഓണും ഓഫും ആയിക്കൊണ്ടിരിക്കുന്നതല്ലേ ട്രാഫിക് ലൈറ്റ് എന്ന് പറയുന്നത്. സോ സെയിം ആയിട്ട് നമുക്ക് ഓടിനെ വെച്ചിട്ട് സിമുലേറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ ഒരു ആക്ടിവിറ്റിയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ആദ്യം നമുക്ക് ഓർഡിനോ വേണം. ഇന്നലെ ചെയ്തതുപോലെ തന്നെയാണ് ഓർഡിനോ എന്ന് സെർച്ച് ചെയ്യുക.
ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഓർഡിനോ ഡ്രാഗ് ചെയ്ത് വെച്ചു. അടുത്തതായിട്ട് നമുക്ക് ബ്രെഡ് ബോർഡ് ആണ് വേണ്ടുന്നത്. അപ്പോൾ അടുത്തത് ബ്രെഡ് ബോർഡ്. ഓക്കെ, നമ്മൾ ബ്രെഡ് ബോർഡ് സെർച്ച് ചെയ്യുമ്പോൾ ഒരു ബ്രെഡ് ബോർഡ് വരുന്നുണ്ട്. ബ്രെഡ് ബോർഡ് എടുത്ത് വെക്കുക. അടുത്തത് നമുക്കിനി എന്തായിരിക്കും വേണ്ടുന്നത്? ഒരു ട്രാഫിക് ലൈറ്റ് സിമുലേഷന്. നമുക്ക് അടുത്തത് LED വേണം. നമുക്ക് 3 LED വേണം ഇവിടെ. സോ LED എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, നമുക്ക് 3 LED വേണം. സോ ഒരു LED പ്ലേസ് ചെയ്തു. സെക്കൻഡ് LED പ്ലേസ് ചെയ്തു. ആൻഡ് തേർഡ് LED പ്ലേസ് ചെയ്തു. ഓക്കെ, നമുക്ക് LED കളർ നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ആദ്യത്തത് റെഡ് ആണ്. സെക്കൻഡ് നമുക്ക് യെല്ലോ കൊടുക്കാം. ആൻഡ് തേർഡ് LEDക്ക് ഗ്രീൻ കൊടുത്തു. ഇനി നമുക്ക് ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഗ്രൗണ്ടും 5 വോൾട്ടും കണക്ട് ചെയ്യണം. ബ്രെഡ് ബോർഡിന്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റെയിൽസിലേക്ക് ഗ്രൗണ്ട് കണക്ട് ചെയ്യുക. ആൻഡ് ഗ്രൗണ്ടിന് നമ്മൾ ബ്ലാക്ക് കളർ കൊടുക്കുന്നു. അടുത്തതായി ഫൈവ് വോൾട്ട്. ആൻഡ് 5 വോൾട്ടിന് നമ്മൾ റെഡ് കളർ കൊടുക്കുന്നു. സോ ഇതെപ്പോഴും നിങ്ങൾ ഫിസിക്കൽ പ്രോട്ടോടൈപ്പിംഗ് ചെയ്യുമ്പോഴും ഒരു ബെസ്റ്റ് പ്രാക്ടീസ് ആയിരിക്കും. ഗ്രൗണ്ട് അല്ലെങ്കിൽ നെഗറ്റീവ്സിനെല്ലാം ബ്ലാക്ക് കളർ വയർ യൂസ് ചെയ്യുക. ആൻഡ് പോസിറ്റീവ്സിന് എപ്പോഴും റെഡ് വയേഴ്സ് യൂസ് ചെയ്യുക. ആൻഡ് ഇനി നമുക്ക് വേണ്ടത് റെസിസ്റ്റേഴ്സ് വേണം. സോ ഒരു ഓർഡിനോയ്ക്ക് 5 വോൾട്ടേജ് ആണ് സപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് LED അത്രയും കറണ്ട് വേണ്ട. അതുകൊണ്ട് നമുക്ക് കറണ്ട് ഫ്ലോ ലിമിറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് റെസിസ്റ്റേഴ്സ്. ഇന്നലെ ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണെന്നറിയാം. ആൻഡ് റെസിസ്റ്റർ. ഓക്കെ, അപ്പോൾ ഒരു റെസിസ്റ്റർ നമ്മൾ എടുക്കുന്നു. അതിന്റെ വാല്യൂ 220 ഓം ആയിട്ട് കൊടുക്കാം. ആൻഡ് റെസിസ്റ്റർ എടുത്ത് നമ്മൾ LED കാഥോഡിലും ബ്രെഡ് ബോർഡിന്റെ നെഗറ്റീവ് റെയിലുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇതുപോലെ എല്ലാ LED കണക്ട് ചെയ്യണം. ആൻഡ് LED ടെർമിനൽസ് നിങ്ങൾക്ക് ഐഡന്റിഫൈ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു ബെൻഡ് ഉള്ള ലെഗ് ആണ് ആനോഡ് ആൻഡ് ദ സ്ട്രെയിറ്റ് ലെഗ് കാഥോഡ്. ഇതിനി ഫിസിക്കൽ ആയിട്ടുള്ള ഒരു LED എടുക്കുകയാണെങ്കിൽ അതിന്റെ ലോങ്ങർ ലെഗ് ആയിരിക്കും ആനോഡ്, ഷോർട്ടർ ലെഗ് കാഥോഡ്. സോ എല്ലാ റെസിസ്റ്റേഴ്സിനും 220 ഓം വാല്യൂ കൊടുക്കുന്നു. ആൻഡ് സെക്കൻഡ് LED നമ്മൾ കാഥോഡും നെഗറ്റീവ് റെയിലുമായിട്ട് കണക്ട് ചെയ്യുന്നു. ആൻഡ് തേർഡ് റെസിസ്റ്റർ വാല്യൂ 220 ഓം. ഓക്കെ, കാഥോഡും നെഗറ്റീവ് റെയിലുമായിട്ട് കണക്ട് ചെയ്തു.
സോ ഇനി ചെയ്യേണ്ടത് നമുക്ക് ഇതിന്റെ പോസിറ്റീവ് ലെഗ്സ് കണക്ട് ചെയ്യണം. ആനോഡ് ഓർഡിനോ ആയിട്ട് കണക്ഷൻ കൊടുക്കണം. ആൻഡ് LED ഒരു ഡിജിറ്റൽ കമ്പോണന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡിജിറ്റൽ പിൻസ് ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. സോ നമുക്ക് റെഡ് LEDയുടെ ആനോഡ് പിൻ 13 ആയിട്ട് കണക്ട് ചെയ്യാം. ആൻഡ് യെല്ലോ LEDയുടെ ആനോഡ് പിൻ 12 ആയിട്ട് കണക്ട് ചെയ്യാം, ഡിജിറ്റൽ പിൻ 12. ആൻഡ് അതിന്റെ കളർ നമുക്ക് യെല്ലോ കൊടുക്കാം. ആൻഡ് ഗ്രീൻ LEDയുടെ ആനോഡ് ഡിജിറ്റൽ പിൻ 11ലേക്ക് കണക്ട് ചെയ്യാം. ആൻഡ് അതിന് നമുക്ക് ഗ്രീൻ കളർ കൊടുക്കാം വയർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ട്രാഫിക് ലൈറ്റ് സിമുലേഷന്റെ കണക്ഷൻ വരുന്നത്. എല്ലാവരും ഈ കണക്ഷൻ ഒന്ന് ചെയ്തിട്ട് തംസ് അപ്പ് ഇടുക. ഇതിന് ശേഷം നമുക്ക് കോഡിലേക്ക് പോവാം. എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഈ സ്റ്റെപ്സ് ഒക്കെ? കഴിഞ്ഞവര് ചാറ്റിൽ തംസ് അപ്പ് ഇടുക. ഓക്കെ, എല്ലാവരും ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ കണക്ഷൻ ഞാൻ ഒന്നുകൂടി പറയാം. നമ്മളൊരു ഓർഡിനോ പ്ലേസ് ചെയ്തു, ബ്രെഡ് ബോർഡ് യൂസ് ചെയ്തു, ആൻഡ് ഓർഡിനോയുടെ ഗ്രൗണ്ട് ബ്രെഡ് ബോർഡിനെ നെഗറ്റീവ് റെയിലുമായിട്ട് കണക്ട് ചെയ്തു. അതുപോലെ തന്നെ 5 വോൾട്ട്
പിൻ പോസിറ്റീവ് റെയിലായിട്ട് കണക്ട് ചെയ്തു ബ്രെഡ് ബോർഡിന്റെ. നമ്മൾ 3 LED ആണ് യൂസ് ചെയ്തത് ട്രാഫിക് ലൈറ്റ് സിമുലേഷന്, റെഡ്, യെല്ലോ ആൻഡ് ഗ്രീൻ. ഈ 3 LEDക്ക് നമ്മൾ 220 ഓം റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തു. കാഥോഡും നെഗറ്റീവ് റെയിലുമായിട്ടാണ് കണക്ട് ചെയ്തത്. ആൻഡ് ആനോഡ് പിൻസ്, അതായത് 3 LEDയുടെയും പോസിറ്റീവ് പിൻ നമ്മൾ ഓർഡിനോയുടെ ഡിജിറ്റൽ പിൻസ് ആയിട്ട് കണക്ട് ചെയ്തു. ഇത് റെഡ് LEDയുടെ ആണെങ്കിൽ പിൻ 13, ഡിജിറ്റൽ പിൻ 13 ആയിട്ട് കണക്ട് ചെയ്തു. യെല്ലോ LEDയുടേത് ഡിജിറ്റൽ പിൻ 12 ആയിട്ടും ഗ്രീൻ LEDയുടേത് ഡിജിറ്റൽ പിൻ 11 ആയിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇനി ഇതിന്റെ കോഡിലേക്ക് പോവാം. ഓക്കെ, എല്ലാരും ഇവിടം വരെ ഓക്കെ അല്ലേ? ഓക്കെ, സോ ഞാൻ ഓൾറെഡി ഇതിന്റെ കോഡ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കാണിക്കാനായിട്ട്. ഇതായിരുന്നു നമ്മുടെ കണക്ഷൻ. ആൻഡ് കോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബേസ്ഡ് കോഡ് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇന്നലെ നിങ്ങൾ ഇത് കണ്ടതാണ്. സോ എല്ലാവരും കോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റ് ബേസ്ഡ് കോഡ് എടുക്കുക. ഓക്കെ, എല്ലാവരും കോഡ് എടുത്തോ? ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി കോഡ് റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം നമുക്ക് ഓർഡിനോയിൽ ഏതൊക്കെ പിൻസിലാണ് LED കണക്ട് ചെയ്തിട്ടുള്ളതെന്ന് റൈറ്റ് ചെയ്ത് വെക്കണം. അതിന് ഇൻറ്റ് റെഡ് LED, അതായത് ഇനി എപ്പോഴൊക്കെ നമുക്ക് റെഡ് LED യൂസ് ചെയ്യണോ അപ്പോഴൊക്കെ നമ്മൾ ആ പിന്നിന്റെ നമ്പർ ഓർത്തിരിക്കാതെ റെഡ് LED എന്ന് പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ യെല്ലോ LED എവിടെയൊക്കെ വരുന്നുണ്ടോ അവിടെയൊക്കെ യെല്ലോ LED കണക്ട് ചെയ്തിരിക്കുന്ന പിന്നിന്റെ നമ്പർ ഓർത്ത് വെക്കണ്ട, യെല്ലോ LED എന്ന് പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ ഗ്രീൻ LEDയുടെ കാര്യത്തിലും. സോ ഇനി ഇങ്ങനെ ഒരു പേര് കൊടുത്ത് നമ്മൾ ആ പിൻസിന്റെ വാല്യൂ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിൻ ഏതാന്ന് ഓർത്തിരിക്കേണ്ട, നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന, അതായത് ആ കമ്പോണന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നെയിം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അത് റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇൻറ്റ് റെഡ് LED ഈക്വൽ ടു 13, നമ്മൾ റെഡ് LED 13 പിന്നിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇൻറ്റ് റെഡ് LED ഈക്വൽ ടു 13, ഇൻറ്റ് യെല്ലോ LED ഈക്വൽ ടു 12 ആൻഡ് ഇൻറ്റ് ഗ്രീൻ LED ഈക്വൽ ടു 11. നമ്മൾ ഇങ്ങനെ 3 വാല്യൂസ് ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം. അപ്പോൾ ഇനി നമുക്ക് വരുന്നത് 2 പാർട്സ് ആണ്. ഓർഡിനോ കോഡിൽ 2 പാർട്സ് ആണ് വരുന്നത്, വോയിഡ് സെറ്റപ്പും വോയിഡ് ലൂപ്പും. വോയിഡ് സെറ്റപ്പ് എന്താണെന്ന് വെച്ചാൽ എപ്പോഴൊക്കെ ഒരു ഓർഡിനോ സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ മാത്രം റൺ ആവേണ്ട കോഡാണ് വോയിഡ് സെറ്റപ്പ്. അതായത് ഒരു ഓർഡിനോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇനിഷ്യലൈസ് ചെയ്ത് വെക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതാണ്, അതായത് ചിലപ്പോൾ ഒരു പിൻ ഇൻപുട്ട് ആണോ ഔട്ട്പുട്ട് ആണോ തരുന്നത്, അങ്ങനെ കുറച്ച് ഇനിഷ്യലൈസ് ചെയ്ത് വെക്കേണ്ട കാര്യം, ഒരു വട്ടം മാത്രം റൺ ആവേണ്ട കാര്യങ്ങളാണ് നമ്മൾ വോയിഡ് സെറ്റപ്പിൽ കൊടുക്കുന്നത്. ആൻഡ് വോയിഡ് ലൂപ്പിലാണെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കേണ്ട കോഡാണ് നമ്മൾ വോയിഡ് ലൂപ്പിൽ കൊടുക്കുന്നത്. അതായത് ഒരു ട്രാഫിക് ലൈറ്റ് സിമുലേഷന്റെ കേസിലാണെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് LEDs ഓണും ഓഫും ആയിക്കൊണ്ടിരിക്കണം. ഒരു ഡിലേ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു പോസ് വെച്ചിട്ട് റെഡ് LED കത്തുന്നു, യെല്ലോ കത്തുന്നു, അത് കഴിഞ്ഞ് ഗ്രീൻ കത്തുന്നു, അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഓണും ഓഫും ആയിക്കൊണ്ടിരിക്കണം. ഈ ഒരു കോഡാണ് നമ്മൾ ലൂപ്പിനകത്ത് കൊടുക്കുന്നത്. സോ വോയിഡ് സെറ്റപ്പിൽ നമ്മൾ പിൻ, അതായത് ആ പിൻ നമ്പേഴ്സ് ഇൻപുട്ട് ആണോ ഔട്ട്പുട്ട് ആണോ എന്ന് നമ്മൾ മോഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു LED കത്തുന്നത് ഇൻപുട്ട് ആയിരിക്കുമോ ഔട്ട്പുട്ട് ആയിരിക്കുമോ? നിങ്ങളുടെ ആൻസേഴ്സ് ഒക്കെ ചാറ്റിൽ ടൈപ്പ് ചെയ്തിടാവുന്നതാണ്. ഓക്കെ, LED കത്തുന്നത് ഒരു ഔട്ട്പുട്ടാണ്. കാരണം ഓർഡിനോ ഒന്നും ഇൻപുട്ടായിട്ട് ഡേറ്റ കളക്ട് ചെയ്യുന്നില്ല, പകരം നമുക്കൊരു ഔട്ട്പുട്ട് തരുവാണ്. LED ബ്ലിങ്ക് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ LED ഗ്ലോ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ LEDs കണക്ട് ചെയ്തിരിക്കുന്ന പിന്നിന്റെ എല്ലാം മോഡ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് സെറ്റ് ചെയ്യണം. വോയിഡ് സെറ്റപ്പിലാണ് ഇത് കൊടുക്കേണ്ടത്. ഒരു വട്ടം മാത്രം റൺ ചെയ്യുന്ന കോഡാണ്. സോ പിന്നിന്റെ മോഡ് സെറ്റ് ചെയ്യുന്ന ഫംഗ്ഷനാണ് പിൻ മോഡ് എന്ന് പറയുന്നത്. PINMODE. PIN സ്മോൾ ലെറ്ററും M ക്യാപിറ്റൽ ലെറ്റർ ODE, പിൻ മോഡ്. പിൻ മോഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു പിൻ, അതായത് ഡിജിറ്റൽ പിൻ ആകാം അനലോഗ് പിൻ ആകാം, ആ പിൻ ഔട്ട്പുട്ട് ആണോ ഇൻപുട്ട് ആണോ എന്ന് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്ത് വെക്കുന്ന ഫംഗ്ഷൻ ആണ് പിൻ മോഡ്. സോ റെഡ് LED എന്ന് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഏത് പിന്നിനാണ്? റെഡ് LED മീൻസ് പിൻ 13. സോ റെഡ് LED, ഔട്ട്പുട്ട്.
എന്ന് പറഞ്ഞാൽ റെഡ് LED കണക്ട് ചെയ്തിരിക്കുന്ന 13 പിൻ ഔട്ട്പുട്ട് മോഡിലാണ് ഉള്ളത്. അതുപോലെ തന്നെ പിൻ മോഡ് യെല്ലോ LED ഔട്ട്പുട്ട്. യെല്ലോ LED കണക്ട് ചെയ്തിരിക്കുന്ന ഡിജിറ്റൽ പിൻ 12 എന്ന് പറയുന്നതും ഒരു ഔട്ട്പുട്ട് ആണ്. അതുപോലെ തന്നെ ഗ്രീൻ LED ഔട്ട്പുട്ട്. പിൻ മോഡ് ഗ്രീൻ LED ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഗ്രീൻ LED കണക്ട് ചെയ്തിരിക്കുന്ന പിൻ 11ഉം ഒരു ഔട്ട്പുട്ട് മോഡിലാണ് ഉള്ളത്. അതായത് നമുക്ക് ഇൻഫർമേഷൻ തരാനാണ് ആ പിൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വോയിഡ് സെറ്റപ്പിൽ ഈ 3 കോഡും യൂസ് ചെയ്യണം. ആൻഡ് ഓരോ ലൈൻ കഴിയുമ്പോഴും നമ്മൾ ഒരു സെമി കോളൻ യൂസ് ചെയ്യണം. C++ൽ സിൻടാക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു സിൻടാക്സ് തെറ്റിപ്പോയി, അതായത് ഒരു കോമയോ ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാനോ മറന്നുപോയാൽ നിങ്ങളുടെ കോഡ് റൺ ആവില്ല. ആൻഡ് വോയിഡ് ലൂപ്പ് വരുമ്പോൾ ആദ്യം നമുക്ക് റെഡ് LED ആണ് ബ്ലിങ്ക് ചെയ്യേണ്ടത്. ബ്ലിങ്ക് ചെയ്യല്ല, റെഡ് LED ആണ് ഗ്ലോ ചെയ്യേണ്ടത്. സോ റെഡ് LED മാത്രം ഹൈ ആക്കി വെക്കണം, യെല്ലോ LED ആൻഡ് ഗ്രീൻ LED ലോ ആക്കണം. അതിനാണ് ഡിജിറ്റൽ റൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിജിറ്റൽ പിൻ ആയതുകൊണ്ടാണ് ഡിജിറ്റൽ റൈറ്റ് യൂസ് ചെയ്തത്. ഇതൊരു അനലോഗ് പിൻ ആയിരുന്നെങ്കിൽ നമുക്ക് അനലോഗ് റൈറ്റ് എന്ന് യൂസ് ചെയ്തേനെ. ആൻഡ് 2 ടൈപ്പ് ഫംഗ്ഷൻ ഉണ്ട്, ഡിജിറ്റൽ റൈറ്റ് ആൻഡ് ഡിജിറ്റൽ റീഡ്. ഒരു ഔട്ട്പുട്ട് ആയതുകൊണ്ടാണ് ഡിജിറ്റൽ റൈറ്റ് എന്ന് വന്നത്. ഇനി ആ ഒരു പിൻ ഇൻപുട്ട് മോഡിലായിരുന്നെങ്കിൽ ഓർഡിനോ ആ ഒരു ഡേറ്റ റീഡ് ചെയ്തെടുക്കുകയാണ്, അപ്പോൾ നമ്മൾ ഡിജിറ്റൽ റീഡ് എന്ന് യൂസ് ചെയ്തേനെ. ഒരു ഔട്ട്പുട്ട് ആവുമ്പോഴാണ് ഡിജിറ്റൽ റൈറ്റ് വരുന്നത്. സോ നമ്മൾ പിൻ മോഡ് 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന പിൻ ഡിജിറ്റൽ ആണോ ആൻഡ് അതൊരു ഔട്ട്പുട്ട് ആണോ ഇൻപുട്ട് മോഡിലാണോ, ഈ 2 കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നമുക്കിത് ചെയ്യാൻ പറ്റും. സോ ഔട്ട്പുട്ട് പിന്നും ആണ് ഡിജിറ്റലും ആണ്, അതുകൊണ്ട് നമ്മൾ ഡിജിറ്റൽ റൈറ്റ് എന്ന് യൂസ് ചെയ്യുന്നു. ഡിജിറ്റൽ റൈറ്റ് റെഡ് LED, അതായത് പിൻ 13 ഹൈ ആവണം. ഹൈ മീൻസ് LED ഗ്ലോ ചെയ്യണം. ആൻഡ് ബാക്കി 2 LEDസോ റെഡ് LED ഗ്ലോ ചെയ്യുമ്പോൾ ബാക്കി 2 LEDസും ലോ ആയിരിക്കണം, അതായത് ഓഫ് ആയിരിക്കണം. അതിനുള്ള കോഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്, ഡിജിറ്റൽ റൈറ്റ് യെല്ലോ LED ലോ ആൻഡ് ഡിജിറ്റൽ റൈറ്റ് ഗ്രീൻ LED ലോ. അപ്പോൾ നമുക്ക് റെഡ് LED മാത്രമാണ് ഇപ്പോൾ ഗ്ലോ ചെയ്ത് നിൽക്കുന്നത്. ആൻഡ് റെഡ് LED ഗ്ലോ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് 2 സെക്കൻഡ് അതേപോലെ ഗ്ലോ ചെയ്ത് നിൽക്കണം, റെഡ് LED മാത്രം. അങ്ങനെ ഒരു പോസ് കൊടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഡിലേ. ആൻഡ് ഡിലേയുടെ ബ്രാക്കറ്റിൽ 2000 എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 2 സെക്കൻഡ്സിനാണ് 2000 എന്ന് പറയുന്നത്, അതായത് മില്ലി സെക്കൻഡ്സിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 1 സെക്കൻഡ് ഈസ് ഈക്വൽ ടു 1000 മില്ലി സെക്കൻഡ്സ് ആൻഡ് 2 സെക്കൻഡ്സ് ഈസ് ഈക്വൽ ടു 2000 മില്ലി സെക്കൻഡ്സ്. സോ ഡിലേ എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് നമ്മൾ 2000 എന്ന് കൊടുത്താൽ ഈ പറഞ്ഞ ഡിജിറ്റൽ റൈറ്റ് കോഡ് റൺ ആയിട്ട് 2 സെക്കൻഡ്സ് അത് വെയിറ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഇപ്പോൾ നമുക്ക് റെഡ് LED ആണ് ഹൈ ആയിട്ടുള്ളത്. ആൻഡ് അടുത്ത് നമുക്ക് യെല്ലോ LEDയിലേക്ക് പോവാം. സോ യെല്ലോ LED ഓൺ ആവണമെങ്കിൽ എന്താ, റെഡ് LED ഓഫ് ആകണം, ഗ്രീൻ LEDയും ഓഫ് ആകണം. ആൻഡ് ഓൺലി യെല്ലോ LED മാത്രമേ ഹൈ ആയിട്ട് നിൽക്കാവൂ. സോ ഇവിടെ ഹൈ ലോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ, ഹൈ എന്ന് പറയുന്നത് ഓൺ ആവുന്നതും ലോ എന്ന് പറയുന്നത് ഓഫ് ആവുന്നതുമാണ്. ആൻഡ് ഡിജിറ്റൽ റൈറ്റ് റെഡ് LED നമ്മൾ ലോ ആക്കി, ഡിജിറ്റൽ റൈറ്റ് യെല്ലോ LED ഹൈ ആക്കി, ആൻഡ് ഡിജിറ്റൽ റൈറ്റ് ഗ്രീൻ LED ലോ ആക്കി. സെയിം പ്രോസസ്സ് തന്നെയാണ് ഡിലേ 2000 കൊടുക്കുക, അതായത് 2 സെക്കൻഡ് ഡിലേ ചെയ്യുക. അടുത്തതായിട്ട് ഗ്രീൻ LED. ഗ്രീൻ LEDയുടെയും സെയിം തന്നെയാണ് ആ ഒരു ഫോർമാറ്റ്. റെഡ് LED ലോ ആക്കുക, യെല്ലോ LED ലോ ആക്കുക, ആൻഡ് ഗ്രീൻ LED മാത്രം ഹൈ ആക്കുക. സോ ഡിജിറ്റൽ റൈറ്റ് ഗ്രീൻ LED ഹൈ. ഇവിടെയും നമുക്കൊരു 2000 മില്ലി സെക്കൻഡ്സ് ഡിലേ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ കോഡിന്റെ ഇടയ്ക്കൊക്കെ ഒരു യെല്ലോ കളർ, അതായത് 2 ഹാഷ് ഇട്ടിട്ട് എഴുതിയേക്കുന്നത്. ഇവിടെ നമുക്ക് സെറ്റ് പിൻസ് ആസ് ഔട്ട്പുട്ട് എന്നും റെഡ് ഓൺ യെല്ലോ ഓൺ എന്നൊക്കെ എഴുതിക്കുന്നത്. ഇതിന് നമ്മൾ കമന്റ്സ് എന്ന് പറയും. അതായത് ഈ 2 ഡാഷ് ഇട്ടിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതൊന്നും നമ്മുടെ കോഡുമായിട്ട് ഇന്റർഫിയർ ചെയ്യില്ല. അത് നമുക്ക് അല്ലെങ്കിൽ വേറൊരാൾക്ക് നിങ്ങളുടെ കോഡ് വായിക്കുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കമന്റ്സ് ഇടുന്നതാണ്. അത് നിങ്ങളുടെ കോഡിൽ വരുന്നതല്ല. ഓക്കെ, സോ നിങ്ങൾക്ക് 2 ഡാഷ് ഇട്ടിട്ട് എന്ത് ടൈപ്പ് ചെയ്താലും അത് കമന്റ്സ് മാത്രമായിട്ട് വർക്ക് ചെയ്യും. ആൻഡ് നമുക്കിതൊന്ന് സിമുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇപ്പോൾ റെഡ് LED യെല്ലോ ഗ്രീൻ, വീണ്ടും റെഡ് LED ഗ്ലോ ആവുന്നു, യെല്ലോ ഗ്രീൻ. സോ ഈ ഓരോ LED കത്തുന്നതിന്റെ ഇടയ്ക്കും നമുക്കൊരു 2 സെക്കൻഡ്സ് പോസ് ഉണ്ട്. ഇതാണ് നമ്മൾ ഓർഡിനോ വെച്ചിട്ടുള്ള ഒരു ട്രാഫിക് ലൈറ്റ് സിമുലേഷൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണിത്. കുറച്ച് കമ്പോണൻസ് മാത്രമേ ഉള്ളൂ, കോഡും സിമ്പിൾ ആണ്. സോ നിങ്ങൾ സ്വന്തമായിട്ട് ഇത് ചെയ്ത് നോക്കുക. ഞാൻ കോഡ് ഇവിടെ സ്ക്രീനിൽ ഇട്ടേക്കാം.
പക്ഷെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ അറിയുമെങ്കിൽ സ്വന്തമായിട്ട് തന്നെ ചെയ്യുക. ഡൗട്ട് ഉള്ളപ്പോൾ മാത്രം സ്ക്രീനിൽ നോക്കി ചെയ്യുക. എന്തായാലും കോഡ് ഇവിടെ ഉണ്ട്. എല്ലാവരും ഇത് ചെയ്ത് കഴിഞ്ഞ് സിമുലേറ്റ് ചെയ്ത് വർക്ക് ആവുന്നുണ്ടെങ്കിൽ ഒരു തംസ് അപ്പ് ചാറ്റിൽ ഇട്ടേക്കണം. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇത്?
ഓക്കെ, കുറച്ച് പേരൊക്കെ ചെയ്ത് കഴിഞ്ഞു എന്ന് കണ്ടു. എന്നാലും നമുക്കൊരു 2 to 3 minutes കൂടെ വെയിറ്റ് ചെയ്യാം, എല്ലാവരും ഒന്ന് എത്തട്ടെ ചെയ്ത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും ചെയ്ത് കഴിഞ്ഞില്ല എങ്കിൽ അതൊന്ന് ചാറ്റിൽ കൂടെ പറയണം. നമ്മൾ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാനാണ്. എല്ലാവരും ഇവിടം വരെ ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് മൂവ് ഓൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ചെയ്ത് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. ഓക്കെ, സോ നമ്മുടെ അടുത്ത ആക്ടിവിറ്റിയുടെ പേരാണ് ഓർഡിനോ പ്ലസ് സെർവോ. അതായത് ഓർഡിനോ യൂസ് ചെയ്ത് സെർവോ മോട്ടോർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആക്ടിവിറ്റി ചെയ്യുന്നത്. ആൻഡ് സെർവോ മോട്ടോർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് പല ടൈപ്സ് മോട്ടോഴ്സ് ഉണ്ട്. അതായത് നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രോജക്റ്റിൽ എന്തെങ്കിലും മൂവ്മെന്റ് കൊണ്ടുവരാനായിട്ട് നമ്മൾ മോട്ടോഴ്സ് യൂസ് ചെയ്യുന്നത്. ആൻഡ് കോമൺ ആയിട്ട് പ്രോട്ടോടൈപ്പിങ്ങിൽ കണ്ടുവരുന്ന മോട്ടോഴ്സ് ഒന്ന് ഡി സി മോട്ടറും ഒന്ന് സെർവോ മോട്ടറും ആണ്. ആൻഡ് ഡി സി മോട്ടർ എന്താന്ന് വെച്ചാൽ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. അതായത് നിങ്ങൾക്ക് എവിടെയൊക്കെ ഒരു 360 ഡിഗ്രി റൊട്ടേഷണൽ മൂവ്മെന്റ് വേണോ അവിടെയൊക്കെ നമ്മൾ ഡി സി മോട്ടോഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിന്റെ ഡയറക്ഷൻ നമുക്ക് പൊളാരിറ്റി സ്വിച്ച് ചെയ്തുകൊണ്ട് റിവേഴ്സ് ചെയ്യാൻ പറ്റും. അതായത് പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽസിൽ കണക്ട് ചെയ്തിരിക്കുന്ന വയർസ് സ്വിച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും ആക്കാൻ പറ്റും ഡി സി മോട്ടർ. ആൻഡ് ഇത് നിങ്ങൾ കൂടുതലായിട്ടും വീൽസിലും, അതായത് റൊട്ടേറ്റ് ചെയ്യുന്ന വീൽസിലും അല്ലെങ്കിൽ ഫാൻസിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡ് ടൈപ്പ് ഈ സെർവോ മോട്ടർ. സെർവോ മോട്ടർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ഇതുപോലെ ഒരു ബ്ലൂ കളർ മോട്ടറാണ്. ആൻഡ് ഇത് 360 ഡിഗ്രി റൊട്ടേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതല്ല. പകരം ഇതിന്റെ മൂവ്മെന്റ് 0 to 180 ഡിഗ്രി വരെ ലിമിറ്റഡ് ആണ്. ആൻഡ് ഇത് കണ്ടിന്യൂസ് റൊട്ടേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മോട്ടർ അല്ല. പകരം നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് ആംഗിളിലേക്ക് മാത്രം ടിൽറ്റ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്ന മോട്ടറാണ് സെർവോ മോട്ടർ. ആൻഡ് ഇത് നമുക്ക് സെർവോ മോട്ടറിന്റെ ആംഗിൾ ഏത് ആംഗിളിലേക്ക് പ്രിസൈസ് ആയിട്ട് പോകണം എന്നുള്ളത് ഓർഡിനോ വെച്ചിട്ട് നമുക്ക് കോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇത് നിങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോജക്ട്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഓട്ടോമാറ്റിക് ഡോർ ഓപ്പണർ ആരെങ്കിലും അടുത്ത് വരുമ്പോൾ ഡിറ്റക്ട് ചെയ്തിട്ട് ഡോറ് ഇത്ര ഡിഗ്രിയിൽ ടിൽറ്റ് ചെയ്ത് ഓപ്പൺ ആവുന്നത്, അതൊരു എക്സാമ്പിൾ ആ ഒരു അല്ലെങ്കിൽ ഒരു റോബോട്ടിക് ആം ഒരു പെർട്ടിക്കുലർ ഡിഗ്രിയിലേക്ക് ടിൽറ്റ് ചെയ്യുന്ന ഒരു റോബോട്ടിക് ആം, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് സെർവോ മോട്ടർ വെച്ചിട്ട് പ്രോജക്ട്സ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഒരു സെർവോ മോട്ടറിനെ എങ്ങനെ ഓർഡിനോ വെച്ച് കൺട്രോൾ ചെയ്യാം എന്നുള്ളൊരു ഒരു ആക്ടിവിറ്റി ആണ് അടുത്തത്. അപ്പൊ ഇതിന് നമുക്ക് ആദ്യം വേണ്ടുന്നത് എന്തായിരിക്കാം? നമുക്ക് ഓർഡിനോ വേണം. സോ എല്ലാവരും ഓർഡിനോ ഒന്ന് ടൈപ്പ് ചെയ്ത് ഒരു ഓർഡിനോ എടുത്ത് വെക്കുക. ഓക്കെ,
ആൻഡ് പ്രോജക്റ്റിന്റെ പേര് നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഓരോ പ്രോജക്റ്റിനും നിങ്ങൾ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള നെയിം കൊടുത്തോ. പ്രോജക്റ്റ് 1 എന്നോ പ്രോജക്റ്റ് 2 എന്നോ. ഞാനിപ്പോൾ എനിക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഓർഡിനോ പ്ലസ് സെർവോ എന്നൊരു നെയിം കൊടുത്തത്. നിങ്ങൾക്കും വേണമെങ്കിൽ അങ്ങനെ തന്നെ കൊടുക്കാം. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ബ്രെഡ് ബോർഡ് വേണം. നമ്മളൊരു ബ്രെഡ് ബോർഡ് എടുത്ത് വെച്ചു. ആൻഡ് ഇനി നമ്മളൊരു പുഷ് ബട്ടൺ വെച്ചിട്ടാണ് സെർവോനെ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. അതായത് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ 90 ഡിഗ്രി ടിൽറ്റ് ചെയ്യുന്ന രീതിയിൽ പുഷ് ബട്ടൺ വെച്ചിട്ടാണ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് പുഷ് ബട്ടൺ വേണം. ഓക്കെ, പുഷ് ബട്ടൺ നമ്മൾ ഒരു ഈ ബ്രെഡ് ബോർഡിന്റെ ഡിവൈഡർ പോർഷനിലാണ് വെക്കുന്നത്. അത് ഇന്നലത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നല്ലോ പുഷ് ബട്ടൺ എന്തുകൊണ്ടാണ് ഡിവൈഡർ പോർഷനിൽ വെക്കുന്നതെന്ന്. പുഷ് ബട്ടണിന് 4 ടെർമിനൽസ് ഉണ്ട്. 1A, 1B, 2A ആൻഡ് 2B. ഈ 4 ടെർമിനൽസും ഡിഫറെന്റ് കണക്ഷൻസിൽ വരാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഡിവൈഡർ പോർഷനിൽ വെക്കുന്നത്. ഡിവൈഡർ പോർഷനിൽ അല്ലാതെ വേറെ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ 1Bയും 1Aയും 1Bയും ഷോർട്ട് ആവും. അതുകൊണ്ടാണ് നമ്മളൊരു ഡിവൈഡർ പോർഷനിൽ വെക്കുന്നത്. ആൻഡ് ഇനി വേണ്ടുന്നത് റെസിസ്റ്റർ വേണം. ആൻഡ് റെസിസ്റ്ററിന് നമുക്ക് 10K വാല്യൂ കൊടുക്കാം. ആൻഡ് ഇനി നമുക്ക് സെർവോ മോട്ടർ ആണ് വേണ്ടത്. ഓക്കെ, നിങ്ങൾ സെർവോ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ വരും. ആൻഡ് സെർവോ മോട്ടർ നമുക്ക് ടിൽറ്റ് ചെയ്ത് ഓക്കെ ഈ ഒരു പൊസിഷനിൽ വെക്കാം. ഇപ്പോൾ നമ്മുടെ കമ്പോണൻസ് എല്ലാം ആയിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ കണക്ഷൻ നോക്കാം. ഓക്കെ, സോ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഗ്രൗണ്ട് കണക്ട് ചെയ്യണം, 5 വോൾട്ട് കണക്ട് ചെയ്യണം. ആൻഡ് ഗ്രൗണ്ടിൽ നിന്ന് ഒരു കണക്ഷൻ എടുക്കുക. ബ്രെഡ് ബോർഡിന്റെ നെഗറ്റീവ് റെയിലിലേക്ക് കണക്ട് ചെയ്ത് വെക്കുക. ബ്ലാക്ക് കളർ കൊടുത്തു ഞാൻ. ആൻഡ് 5 വോൾട്ട് കണക്ട് ചെയ്യുക. ഫൈവ് വോൾട്ടിന് ഞാൻ റെഡ് കളറാണ് കൊടുത്തത്. ആൻഡ് നെക്സ്റ്റ് നമുക്കിനി ഈ ഒരു റെസിസ്റ്റർ നമുക്കിവിടെ കണക്ട് ചെയ്യാം. ആൻഡ് റെസിസ്റ്റർ നമ്മൾ പോസിറ്റീവ് റെയിലിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ആൻഡ് അതിന് നമുക്ക് റെഡ് കളർ കൊടുക്കാം. ആൻഡ് പുഷ് ബട്ടന്റെ അനദർ ടെർമിനൽ, അതായത് ടെർമിനൽ 1A നമുക്ക് നെഗറ്റീവ് ആയിട്ട് കണക്ട് ചെയ്യാം. ആൻഡ് അതിന് ബ്ലാക്ക് കളർ കൊടുക്കാം. ആൻഡ് വൺ മോർ തിങ്, ഈ 2A ടെർമിനലിന്റെ അതേ ഒരു റോയിൽ നിന്ന് നമുക്ക് ഒരു കണക്ഷനും കൂടെ എടുക്കണം. ആൻഡ് അത് നമുക്ക് ഒരു ഡിജിറ്റൽ പിന്നിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ 4 എന്ന് പറയുന്ന പിന്നിലേക്ക് കൊടുക്കുകയാണ്. കാരണം നമുക്കൊരു ഗ്രീൻ കളർ കൊടുക്കാം. ഞാൻ കണക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം കണക്ഷൻ കഴിയട്ടെ, എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആൻഡ് നെക്സ്റ്റ് സെർവോ മോട്ടർ. സെർവോ മോട്ടറിന് 3 ടെർമിനൽസ് ആണുള്ളത്: ഗ്രൗണ്ട്, സിഗ്നൽ, പവർ. അപ്പോൾ ആദ്യം ഗ്രൗണ്ട് നമുക്ക് ബ്രെഡ് ബോർഡിലെ ഗ്രൗണ്ടിലേക്ക് തന്നെ കണക്ട് ചെയ്യാം.
ആൻഡ് ബ്രെഡ് ബോർഡിനെ നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തു. ആൻഡ് നെക്സ്റ്റ് ഈസ് പവർ. പവർ നമുക്ക് പോസിറ്റീവ് റെയിലേക്ക് കണക്ട് ചെയ്യാം. ആൻഡ് റെഡ് കൊടുക്കാം. ആൻഡ് നെക്സ്റ്റ് ഈ സിഗ്നൽ. ഈ സിഗ്നൽ എന്ന് പറയുന്ന ടെർമിനൽ നമ്മുടെ സെർവോ മോട്ടറിന് എത്ര ഡിഗ്രിയിലേക്കാണ് ടിൽറ്റ് ചെയ്യേണ്ടത് എന്നുള്ള സിഗ്നൽ കൊടുക്കേണ്ട ടെർമിനൽ ആണ് ഇത്. സോ സിഗ്നൽ എന്ന് പറയുന്ന ടെർമിനൽ നമുക്ക് 11 പിൻ ഡിജിറ്റൽ 11ലേക്ക് കൊടുക്കാം. ഇതിനൊരു റീസൺ ഉണ്ട്. ഓക്കെ, ഡിജിറ്റൽ 11 എന്ന് പറയുമ്പോൾ ആ ഒരു ഓർഡിനോയുടെ ഡിജിറ്റൽ പിന്നിന്റെ സൈഡിൽ ഒരു വേവ് പോലുള്ള ഒരു സിമ്പൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. സോ ആ വേവ് സിമ്പൽ പൾസ് വിത്ത് മോഡുലേഷൻ എന്ന് പറയുന്ന ഒരു ടേമിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ആൻഡ് പൾസ് വിത്ത് മോഡുലേഷൻ എന്ന് പറയുന്നത് ഈ സെർവോയ്ക്ക് എത്ര ഡിഗ്രിയിലേക്ക് ടിൽറ്റ് ചെയ്യണം എന്നുള്ളൊരു സിഗ്നൽ കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് പിന്നാണ്. അതുകൊണ്ട് എപ്പോഴും സെർവോയുടെ സിഗ്നൽ കണക്ട് ചെയ്യുമ്പോൾ ഇതേപോലൊരു വേവ് സിഗ്നൽ ഉള്ള പിന്നിലേക്ക് മാത്രം കണക്ട് ചെയ്യുക. അതായത് നമുക്ക് പിൻ 11, ഇവിടെ ഡിജിറ്റൽ പിൻ 11 ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. സോ അതിലേക്ക് കണക്ട് ചെയ്യുക. ആൻഡ് ഈ നമുക്കത് ഓറഞ്ച് കളർ കൊടുക്കാം ആ വയറിന്. സോ ഇതാണ് നിങ്ങളുടെ കണക്ഷൻ. സോ എല്ലാവരും കണക്ഷൻ ഇതുവരെ ഒന്ന് ചെയ്യുക. കുറച്ചുകൂടെ നീറ്റായിട്ട് ചെയ്ത കണക്ഷൻ ഇപ്പോഴത്തുണ്ട്, അത് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നിങ്ങളുടെ കണക്ഷൻ. ആൻഡ് ഗ്രൗണ്ടിൽ നിന്ന് നെഗറ്റീവ് റെയിലേക്ക് കണക്ട് ചെയ്തു. ആൻഡ് 5 വോൾട്ടിൽ നിന്ന് ബ്രെഡ് ബോർഡിന്റെ പോസിറ്റീവ് റെയിലേക്ക് കണക്ട് ചെയ്തു. പുഷ് ബട്ടന്റെ ടെർമിനൽ 2യിൽ നിന്ന് നമ്മളൊരു 10K റെസിസ്റ്റർ എടുത്ത് പോസിറ്റീവ് റെയിലേക്ക് കണക്ട് ചെയ്തു. ആൻഡ് പുഷ് ബട്ടന്റെ 1Aയിൽ നിന്ന് നെഗറ്റീവ് റെയിലേക്ക് കണക്ട് ചെയ്തു. ആൻഡ് പുഷ് ബട്ടന്റെ സെയിം ടെർമിനൽ 2Aയിൽ നിന്ന് നമ്മൾ ഡിജിറ്റൽ പിൻ 4ലേക്ക് ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെർവോയുടെ കണക്ഷൻസ് ആണ്. സെർവോയുടെ ഗ്രൗണ്ട് ബ്രെഡ് ബോർഡിലെ നെഗറ്റീവ് റെയിലായിട്ട് കണക്ഷൻ കൊടുത്തു. ബ്രെഡ് ബോർഡിന്റെ സെർവോ മോട്ടറിന്റെ പവർ ടെർമിനൽ ബ്രെഡ് ബോർഡിന്റെ പോസിറ്റീവ് റെയിലായിട്ടാണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ആൻഡ് സിഗ്നൽ പിൻ, സിഗ്നൽ നമുക്ക് ഒരു പൾസ് വിത്ത് മോഡുലേഷൻ ഉള്ള പിന്നിലേക്കാണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. സോ ഇതിന്റെ കണക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനാണെങ്കിലും എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെയാണ് ഗ്രൗണ്ടും 5 വോൾട്ടും പോസിറ്റീവ് നെഗറ്റീവ് റെയിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ പുഷ് ബട്ടൺ കണക്ട് ചെയ്യുമ്പോൾ പുഷ് ബട്ടനെ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് കണക്ട് ചെയ്യണം. ബട്ട് ഇവിടെ പോസിറ്റീവ് കണക്ട് ചെയ്തേക്കുമ്പോൾ അതിലൊരു റെസിസ്റ്റർ കൊടുത്തിട്ടുണ്ട്. ഈ റെസിസ്റ്റർ എന്തിനാന്ന് വെച്ചാൽ ഇത്രയും കറണ്ട്, അതായത് ഓർഡിനോയിൽ നിന്നുള്ള കറണ്ട് പുഷ് ബട്ടണിലേക്ക് പോകുമ്പോൾ അതിനൊരു ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് വേണം. അതായത് ഓൺ ആണോ ഓഫ് ആണോ എന്നുള്ളൊരു ഡിഫോൾട്ട് സ്റ്റേറ്റ് വേണം നമ്മൾ പ്രസ് ചെയ്യാത്തപ്പോൾ. അത് ഡിറ്റർമൈൻ ചെയ്യാനാണ് നമ്മൾ ഇവിടെ ഒരു റെസിസ്റ്റർ കൊടുത്തിട്ടുള്ളത്. ഇതിന് നമ്മൾ പുൾ അപ്പ് റെസിസ്റ്റർ എന്നാണ് പറയുന്നത്. അതായത് പുഷ് ബട്ടണിന്റെ ഈ ഒരു ടെർമിനലിൽ നിന്ന് റെസിസ്റ്റർ വഴി നമ്മൾ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അത് പുഷ് ബട്ടൺ പ്രസ് ചെയ്യാത്ത ടൈമിൽ, അതായത് ഡിഫോൾട്ട് ആയിട്ട് ഹൈ ആയിട്ട് ഇരിക്കുന്ന ഒരു സ്റ്റേറ്റിലായിരിക്കും ഉള്ളത്. ഓക്കെ, സോ ഇങ്ങനെ ഒരു റെസിസ്റ്റർ കൊടുക്കുന്നതിലൂടെ നമ്മുടെ പുഷ് ബട്ടന്റെ ഒരു ഡിഫോൾട്ട് സ്റ്റേറ്റ് എപ്പോഴും ഹൈ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ആൻഡ് അവിടുന്ന് തന്നെ അതേ ഒരു ജംഗ്ഷനിൽ നിന്ന് തന്നെ നമ്മൾ ഒരു ഗ്രീൻ വയർ നമ്മൾ പിൻ 4ലേക്ക് കൊടുത്തിട്ടുണ്ട്, ഡിജിറ്റൽ പിൻ 4. ഇത് നമ്മൾ ഓർഡിനോയ്ക്ക് ഒരു ഇൻപുട്ട് ആയിട്ടാണ് ഈ ഒരു വയർ കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് പുഷ് ബട്ടൺ നമ്മൾ ഓർഡിനായിട്ട് കണക്ട് ചെയ്തു, പക്ഷെ ഈ പുഷ് ബട്ടൺ ഹൈ ആണോ ലോ ആണോ എന്ന് ഓർഡിനോയ്ക്ക് തിരിച്ചറിയാൻ പറ്റണം. അതിനുള്ള ഒരു ഇൻപുട്ടിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വയർ കണക്ട് ചെയ്തിരിക്കുന്നത്. സോ എപ്പോഴൊക്കെ നമ്മുടെ പുഷ് ബട്ടന്റെ സ്റ്റേറ്റ് മാറുന്നു അപ്പോഴൊക്കെ ഈ ഒരു വയർ വഴി നമുക്ക് ഓർഡിനോയ്ക്ക് ഒരു സിഗ്നൽ കിട്ടും. അപ്പോൾ ഒരു ഇൻപുട്ട് ആയിട്ടാണ് ഡിജിറ്റൽ പിൻ 4 ഇവിടെ ആക്ട് ചെയ്യുന്നത്. അതായത് പുഷ് ബട്ടന്റെ സ്റ്റേറ്റ് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻപുട്ട് ആയിട്ടാണ് ഡിജിറ്റൽ പിൻ 4. ആൻഡ് നെക്സ്റ്റ് സെർവോ. സെർവോയുടെയും ഗ്രൗണ്ട് നെഗറ്റീവായിട്ട് നമ്മൾ കണക്ട് ചെയ്തു. പവർ ടെർമിനൽ പോസിറ്റീവ് ആയിട്ട് കണക്ട് ചെയ്തു. ആൻഡ് സിഗ്നൽ പിൻ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിഗ്നൽ പിൻ യൂസ് ചെയ്യുന്നത് ഓർഡിനോയ്ക്ക് നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട് പ്ലസ് സിഗ്നൽ പിൻ എപ്പോഴും ഏത് ഡിഗ്രിയിലേക്കാണ് ടിൽറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു സിഗ്നൽ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പിന്നാണ്. അത് നമ്മൾ എപ്പോഴും ഓർഡിനോയുടെ പൾസ് വിത്ത് മോഡുലേഷനുള്ള പിന്നിലേക്ക് മാത്രമേ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. കാരണം പൾസ് വിത്ത് മോഡുലേഷനുള്ള ഡിജിറ്റൽ പിന്ന് നിങ്ങൾക്ക് അറിയാലോ, ഹൈ ലോ അങ്ങനെ 2 സ്റ്റേറ്റ്സേ ഉള്ളൂ. പക്ഷെ പൾസ് വിത്ത് മോഡുലേഷൻ ആണെങ്കിൽ അത് ഏത് ഡിഗ്രിയിലേക്ക് ടിൽറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഡേറ്റ കൊടുക്കാൻ കഴിയും. അങ്ങനെ ഒരു പിന്നിനെയാണ് നമ്മൾ ആ ഒരു വേവ് സിമ്പൽ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഇതാണ് ഒരു ബേസിക് കണക്ഷൻ. ഇത് നിങ്ങൾക്ക് സിമുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും എന്ന് ഞാൻ കാണിച്ചു തരാം.
ഓക്കെ, കണ്ടോ? ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു സെർവോ മോട്ടർ 90 ഡിഗ്രി ടിൽറ്റ് ചെയ്യുന്നത്, ബട്ടൺ റിലീസ് ചെയ്യുമ്പോൾ തിരിച്ച് ഒറിജിനൽ പൊസിഷനിലേക്ക് പോകുന്നുണ്ട്. വീണ്ടും നമ്മൾ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ 90 ഡിഗ്രി ടിൽറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇത് നിങ്ങൾക്ക് പ്രോട്ടോടൈപ്പിങ്ങിനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിരിക്കും. ആൻഡ് ഇതിന്റെ കോഡിലേക്ക് പോകുന്നതിന് മുന്നേ, കോഡ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. കോഡിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവരും കണക്ഷൻ ചെയ്യുക. കണക്ഷൻ ചെയ്ത് കഴിയുന്നവര് ചാറ്റിൽ തംസ് അപ്പ് ഇടുക. സോ അതുവരെ വെയിറ്റ് ചെയ്യാം. ഹലോ, മാധവ് ചാറ്റിൽ മനസ്സിലായില്ല എന്ന് ഇട്ടിട്ടുണ്ട്. ഇത് ഏത് സ്റ്റെപ്പാണ് മനസ്സിലാവാത്തത്? ഒന്ന് ചാറ്റിൽ ടൈപ്പ് ചെയ്തിടാമോ? മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം സർക്യൂട്ട്. ഓർഡിനോയുടെ ഗ്രൗണ്ട് നമ്മൾ ബ്രെഡ് ബോർഡിന്റെ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്തു. 5 വോൾട്ട് പോസിറ്റീവ് റെയിലായിട്ട് കണക്ട് ചെയ്തു. ആൻഡ് നമുക്ക് പുഷ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ് സെർവോ ടിൽറ്റ് ചെയ്യേണ്ടത്. സോ നമുക്ക് പുഷ് ബട്ടൺ വേണം, സെർവോ വേണം. ആൻഡ് പുഷ് ബട്ടന്റെ കണക്ഷൻസ് വരുന്നതെന്ന് വെച്ചാൽ, പുഷ് ബട്ടന്റെ ഒരു ടെർമിനൽ, അതായത് 1A എന്ന് പറയുന്ന ടെർമിനൽ നമ്മൾ നെഗറ്റീവ് റെയിലിലേക്ക് കണക്ഷൻ കൊടുക്കുന്നു. ആൻഡ് 2A എന്ന് പറയുന്ന ടെർമിനൽ നമ്മൾ പോസിറ്റീവ് റെയിലിലേക്ക് കണക്ഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു റെസിസ്റ്റർ കൂടി വെക്കുന്നുണ്ട്. ഈ റെസിസ്റ്ററിന് നമ്മൾ പുൾ അപ്പ് റെസിസ്റ്റർ എന്നാണ് പറയുന്നത്. അതായത് ഒരു പുഷ് ബട്ടൺ ഏത് സ്റ്റേറ്റിലാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, ഒരു ഡിഫോൾട്ട് സ്റ്റേറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ റെസിസ്റ്റർ അവിടെ കണക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ടോഗിൾ ആയിക്കൊണ്ടിരിക്കും. ഓർഡിനോയ്ക്ക് അറിയാൻ പറ്റില്ല ഇത് പുഷ് ഡിഫോൾട്ട് സ്റ്റേറ്റ് ചെയ്താണ്, അതായത് ഹൈ ആണോ ലോ ആണോ എന്ന് ഓർഡിനോയ്ക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ അതിനുവേണ്ടിയാണ് ഇവിടെ ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നത്, ഒരു ഡിഫോൾട്ട് സ്റ്റേറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി. ആൻഡ് നമ്മളൊരു ഗ്രീൻ വയർ യൂസ് ചെയ്തിട്ടുണ്ട് സെയിം ടെർമിനലിൽ നിന്ന്, അതായത് 2Aയിൽ നിന്ന് തന്നെ ഒരു ഗ്രീൻ വയർ കണക്ട് ചെയ്ത് ഡിജിറ്റൽ പിൻ 4ലേക്ക് കൊടുത്തിട്ടുണ്ട്. അതൊരു ഇൻപുട്ട് പിന്നാണ്, അതായത് പിൻ മോഡ് അവിടെ ഇൻപുട്ട് ആയിരിക്കും. അതായത് നമ്മൾ എപ്പോഴൊക്കെ ബട്ടൺ പുഷ് ചെയ്യുന്നോ അത് ഓർഡിനോയ്ക്ക് അറിയാൻ വേണ്ടിയാണ് ഈ ഒരു കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പുഷ് ബട്ടന്റെ സ്റ്റേറ്റ് അറിയാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഹൈ ആണോ ഇപ്പോൾ ലോ ആണോ, പുഷ് ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടോ എന്ന് ഓർഡിനോയ്ക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഇൻപുട്ട് എടുക്കാനായിട്ടാണ് ആ ഒരു കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ദെൻ ഫൈനലി സെർവോ മോട്ടറിന്റെ കണക്ഷൻ. സെർവോയ്ക്ക് 3 പിൻസ് ഉണ്ട്: ഗ്രൗണ്ട്, പവർ ആൻഡ് സിഗ്നൽ. ഗ്രൗണ്ട് എപ്പോഴും നമ്മൾ നെഗറ്റീവ് റെയിലിലേക്ക് കണക്ട് ചെയ്യണം. ആൻഡ് പവർ റെഡ് റെയിലിലേക്ക് കണക്ട് ചെയ്യണം, അതായത് പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യണം. ആൻഡ് സിഗ്നൽ എപ്പോഴും നമ്മൾ ഓർഡിനോയിൽ ഒരു വേവ് സൈൻ ഉള്ള പിൻസ് കാണും ഡിജിറ്റൽ പിൻസിന്റെ കൂട്ടത്തിൽ. അതിന് നമ്മൾ പൾസ് മോഡുലേഷൻ പിൻസ് എന്നാണ് പറയുന്നത്. അങ്ങനെ വേവ് സൈൻ ഉള്ള പിൻസിന് മാത്രമാണ് ഇങ്ങനെ ഒരു ഓർഡിനോയെ ടിൽറ്റ് ചെയ്യാനുള്ള ഡേറ്റ സിഗ്നൽ കൊടുക്കാൻ പറ്റുന്ന പിൻസ്. സോ എപ്പോഴും ഓർഡിനോ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ പിൻ 11 അല്ലെങ്കിൽ 10, 9, ഇതൊക്കെ PWM പിൻസ് ആണ്. അവിടെ കാണിച്ചിട്ടുണ്ട് എവിടെയൊക്കെയാണ് ആ ഒരു വേവ് സിഗ്നൽ ഉള്ള സിമ്പൽ ഉള്ളതെന്ന്. സോ അതിലേതെങ്കിലും ഒരു പിന്നിലേക്ക് കണക്ട് ചെയ്യുക. ഇത് മാത്രമാണ് ഒരു കണക്ഷൻ, ഈ ഒരു ആക്ടിവിറ്റിയുടെ കണക്ഷൻ. സോ കണക്ഷൻ ചെയ്ത് കഴിഞ്ഞവർ ഒന്ന് തംസ് അപ്പ് ഇടുക.
കണക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ കോഡിലേക്ക് പോകൂ. കോഡിങ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു കണക്ഷൻ വർക്ക് ആവൂ. സോ ഇപ്പോൾ നിങ്ങൾ കണക്ഷൻ ചെയ്തിട്ട് ട്രൈ ചെയ്ത് ഇത് വർക്ക് ആവില്ല. അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് ചെയ്യുക. നമുക്ക് ഇതിന്റെ കോഡിംഗ് പാർട്ടിലേക്ക് പോകാം. ഓക്കെ, സോ എല്ലാവരും കണക്ഷൻ ചെയ്ത് കഴിഞ്ഞാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തത് കോഡിംഗ് പാർട്ടിലേക്ക് പോകാം. ആർക്കെങ്കിലും ഇതുവരെ ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല, വെയിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചാറ്റിലൊന്ന് പറഞ്ഞേക്ക്. ഓക്കെ, റെസിസ്റ്ററിന്റെ വാല്യൂയിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ 10 കിലോ ഓം റെസിസ്റ്റർ ആണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. സോ ഓക്കെ, നമ്മൾ ആവശ്യത്തിന് ടൈം നിങ്ങൾക്ക് തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഇതിന്റെ കോഡിംഗ് പാർട്ടിലേക്ക് പോകാം. ഓക്കെ, സോ കോഡിംഗ് പാർട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഇനി നിങ്ങൾക്ക് ഓഡിനോ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരും പിന്നെ ഓഡിനോയുടെ കോഡിംഗ് അറിയാത്തവരും ആണെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് കോഡിംഗ് ഒക്കെ പഠിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. സിൻടാക്സ് എറർ വരാം, അല്ലെങ്കിൽ ലോജിക്ക് അറിയാമെങ്കിലും കോഡ് എങ്ങനെ എഴുതണ്ടേന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. സോ കോഡിംഗ് അറിയാത്തവർക്കും ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവർക്കും നിങ്ങൾക്ക് ചാറ്റ് ജി പി ടി യൂസ് ചെയ്ത് കോഡ് ജനറേറ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. നിങ്ങൾക്ക് കോമ്പറ്റീഷന് വരുമ്പോൾ ചാറ്റ് ജി പി ടിയുടെ ഹെൽപ്പ് യൂസ് ചെയ്യാം, പക്ഷെ നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ എപ്പോഴും ഉണ്ടായിരിക്കണം. ആൻഡ് ഫൈനലി നമുക്കൊരു വർക്കിംഗ് പ്രോട്ടോടൈപ്പ്, അത് നിങ്ങൾക്ക് എത്രത്തോളം അറിയാം, അതിന്റെ കോൺസെപ്റ്റ്, അതിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാമെന്ന് വെച്ചിട്ടായിരിക്കും നമ്മൾ നോക്കുന്നത്. പക്ഷെ അതിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ഹെൽപ്സ്, അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ചാറ്റ് ജി പി ടിയുടെ യൂസ് നമുക്ക് അലൗഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കോഡിംഗ് അറിയില്ല, ഓഡിനോയുടെ കോൺസെപ്റ്റ് എല്ലാം അറിയാം, കണക്ഷൻ ചെയ്യാൻ അറിയാം, നിങ്ങൾക്ക് എന്താണ് ഔട്ട്പുട്ട് വേണ്ടുന്നത് എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊരു വിഷ്വൽ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ അത് എങ്ങനെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് ചാറ്റ് ജി പി ടിക്ക് പറഞ്ഞു കൊടുത്താൽ അത് കറക്റ്റ് ആയിട്ട് കോഡ് തരുന്നതാണ്. ആൻഡ് അടുത്ത ഈ ഒരു ആക്ടിവിറ്റിയും ഇനി ഒരു ആക്ടിവിറ്റിയും കൂടെ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. ഈ രണ്ട് ആക്ടിവിറ്റിയുടെയും കോഡ് ചാറ്റ് ജി പി ടി വെച്ച് ജനറേറ്റ് ചെയ്തതാണ്. ഞാൻ അതിന്റെ പ്രോംപ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഓക്കെ, വൈ യൂസ് ചാറ്റ് ജി പി ടി?
ചാറ്റ് ജി പി ടി യൂസ് ചെയ്യുന്നത് ക്വിക്ലി ജനറേറ്റ് ഓർഡിനോ കോഡ്, ഗെറ്റ് എക്സ്പ്ലനേഷൻ ആൻഡ് ഡീബഗിങ് ഹെൽപ്പ്, സേവ് ടൈം വൈൽ ലേണിംഗ്. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു കോമ്പറ്റീഷനൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് കോഡ് അറിയില്ല എങ്കിൽ, അതായത് കോൺസെപ്റ്റ് അറിയാം പക്ഷെ കോഡ് ചെയ്യാൻ അറിയില്ല എങ്കിൽ, ഡോണ്ട് വറി, നിങ്ങൾക്ക് ചാറ്റ് ജി പി ടി യൂസ് ചെയ്യാം. ആൻഡ് പക്ഷേ ചാറ്റ് ജി പി ടി യൂസ് ചെയ്യുമ്പോഴും അത് എത്ര കറക്റ്റ് ആയിട്ടാണ് തരുന്നതെന്നുള്ളത് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യണം. കാരണം പലപ്പോഴും ഇതിൽ മിസ്റ്റേക്സ് വരാം, നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരാം കോഡ് റൺ ചെയ്യുമ്പോൾ. അപ്പോൾ അതിൽ എവിടെയാണ് എറർ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ചിലപ്പോൾ പിൻ നമ്പർ ചാറ്റ് ജി പി ടി തെറ്റിച്ചായിരിക്കും തരുന്നത്. സോ നിങ്ങൾ അത് തമ്മിൽ ക്രോസ് ചെക്ക് ചെയ്യണം, നിങ്ങളുടെ പിൻസ് ഒക്കെ കറക്റ്റ് ആണോ, പിൻ നമ്പർ ഒക്കെ കറക്റ്റ് ആണോ ചാറ്റ് ജി പി ടി തന്നതെന്ന്. അത് കൂടാതെ നിങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും എറർ വരുവാണെങ്കിലും നിങ്ങൾക്ക് ചാറ്റ് ജി പി ടിക്ക് കൊടുത്തിട്ട്, ഇതായിരുന്നു എൻ്റെ കോഡ്, ഇതായിരുന്നു എനിക്ക് ഔട്ട്പുട്ട് വേണ്ടിയിരുന്നത്, പക്ഷേ എനിക്കത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഡീബഗ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഈ ഒരു കോഡിന്റെ ഈ ഒരു ലൈൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനാണ് ആ ഒരു കോഡ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ചാറ്റ് ജി പി ടി പറഞ്ഞു തരും. ചാറ്റ് ജി പി ടി പോലെ തന്നെ നിങ്ങൾക്ക് ഏത് ജനറേറ്റീവ് യൂസ് ചെയ്യാം. ആൻഡ് ഓക്കെ, ഇനി ഗുഡ് പ്രോംപ്റ്റ്സ്, അതായത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് കൊടുത്ത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു കോഡ് കിട്ടണമെങ്കിൽ ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസ് ഉണ്ട്. അതായത് ഏത് ടൈപ്പ് കൺട്രോളർ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, അതായത് ഇവിടെ ഓർഡിനോ ഊണോ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക. അതിന്റെ കൂടെ തന്നെ എന്തൊക്കെ കമ്പോണൻസ് യൂസ് ചെയ്യുന്നു, അതായത് സെർവോ മോട്ടർ യൂസ് ചെയ്യുന്നുണ്ട്, പുഷ് ബട്ടൺ യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ കറക്റ്റ് എന്തൊക്കെ കമ്പോണൻസ് യൂസ് ചെയ്യുന്നുണ്ട്, സെൻസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക, എന്തൊക്കെ കമ്പോണൻസ് ആണ് യൂസ് ചെയ്യുന്നതെന്നും. അതുപോലെ തന്നെ ഏതൊക്കെ കമ്പോണന്റ് ഏതൊക്കെ പിന്നിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, അതായത് സെർവോ നമ്മളിപ്പോ പിൻ 11ലേക്കായിരുന്നു കണക്ട് ചെയ്തത്, സോ അത് മെൻഷൻ ചെയ്യുക, സെർവോ കണക്റ്റഡ് ടു ഡിജിറ്റൽ പിൻ 11. അതുപോലെ തന്നെ പുഷ് ബട്ടൺ നമ്മൾ പിൻ 4ലായിരുന്നു കണക്ട് ചെയ്തത്, സോ പുഷ് ബട്ടൺ കണക്റ്റഡ് ടു ഡിജിറ്റൽ പിൻ 4. ഇങ്ങനെ നമ്മൾ ക്ലിയർ ആയിട്ട് പിൻ നമ്പേഴ്സ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കുക. ഇല്ലെങ്കിൽ ചാറ്റ് ജി പി ടി തെറ്റിച്ചായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ആൻഡ് അത് തന്നാലും നമ്മൾ ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യണം, എപ്പോഴും ക്രോസ് ചെക്ക് ചെയ്യണം. ആൻഡ് നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ബട്ടൺ ലോജിക്. ബട്ടൺ ലോജിക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, അതായത് പ്രസ് ചെയ്യുമ്പോഴാണോ ഹൈ, അത് പ്രസ് ചെയ്യാത്തപ്പോഴാണോ ഹൈ, അത് പ്രസ് ചെയ്യുമ്പോഴാണോ ലോ, നിങ്ങൾക്ക് എന്താണോ ഔട്ട്പുട്ട് വേണ്ടുന്നത് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ആൻഡ് സ്റ്റേറ്റ് ദ ഡിസൈർഡ് ബിഹേവിയർ ക്ലിയർലി. എപ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് ഒരു എന്ത് ഔട്ട്പുട്ട് ആണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്, അതായത് നേരത്തെ നമ്മൾ ട്രാഫിക് ലൈറ്റ് സിമുലേഷന്റെ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് 2 സെക്കൻഡ്സ് ഡിലേ വേണം, അത് നമ്മൾ ഡിലേ 2000 എന്ന് കറക്റ്റ് ആയിട്ട് അതിൽ കോഡിൽ കൊടുത്തു. സോ അതെല്ലാം നമ്മൾ ചാറ്റ് ജി ടി പിക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. ആൻഡ് സെർവോ മോട്ടോർ റൺസ് ഫോർ 5 സെക്കൻഡ്, 5 സെക്കൻഡ് മാത്രം റൊട്ടേറ്റ് ചെയ്യണം. അങ്ങനെ എല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം ഔട്ട്പുട്ടിൽ എന്താ വേണ്ടുന്നതെന്ന്. ആൻഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ കോഡ് ലൈൻ ബൈ ലൈൻ, അങ്ങനെ ഓരോ കോഡിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് ചാറ്റ് ജി പി ടി ചോദിച്ച് പഠിക്കാവുന്നതാണ്. സോ ഈ ഒരു ആക്ടിവിറ്റിക്ക് ഞാൻ എക്സാമ്പിൾ ആയിട്ട് കൊടുത്ത ഒരു പ്രോംപ്റ്റ് ആണിത്. ഐ ഹാവ് കണക്റ്റഡ് എ പുഷ് ബട്ടൺ ടു പിൻ 4, അതായത് പിൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഓൺ ആൻ ഓർഡിനോ ഊണോ ദ ബട്ടൺ ഹാസ് എ പുൾ അപ്പ് റെസിസ്റ്റർ ടു +5 വോൾട്ട്, അതായത് നമ്മൾ ആ ഒരു ബട്ടണിൽ പുള്ള റെസിസ്റ്റർ വെച്ചിട്ട് +5 വോൾട്ടിലോട്ട് കണക്ട് ചെയ്തു. സോ വെൻ പ്രസ്ഡ് ഇറ്റ് കണക്ട്സ് ടു ഗ്രൗണ്ട്. ഐ ഹാവ് ഓൾസോ കണക്റ്റഡ് എ സെർവോ മോട്ടോർ വിത്ത് ഇറ്റ് സിഗ്നൽ വയർ ടു പിൻ 11. നമ്മൾ സെർവോ മോട്ടർ എവിടെയാ, പിൻ 11ലേക്ക് കണക്ട് ചെയ്തു, അതിന്റെ സിഗ്നൽ വയർ. ആൻഡ് വി സി സി ടു 5 വോൾട്ട് ആൻഡ് ഗ്രൗണ്ട് ടു ഗ്രൗണ്ട്. പ്ലീസ് റൈറ്റ് ദി ഓർഡിനോ കോഡ്സ് സോ ദാറ്റ് വെൻ ദ ബട്ടൺ ഈസ് പ്രസ്ഡ് ദ സെർവോ റൊട്ടേറ്റ്സ് ടു 90 ഡിഗ്രി. അതായത് എപ്പോഴൊക്കെ നമ്മൾ ബട്ടൺ പ്രസ് ചെയ്യുന്നു അപ്പോഴെല്ലാം സെർവോ 90 ഡിഗ്രിയിലേക്ക് ടിൽറ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്. വെൻ ദ ബട്ടൺ ഈസ് റിലീസ്ഡ് ഇറ്റ് ഗോസ് ബാക്ക് ടു 0 ഡിഗ്രി. ഇങ്ങനെ ക്ലിയർ ആയിട്ട് എന്തൊക്കെ കമ്പോണൻസ് ആണ് യൂസ് ചെയ്തത് ആൻഡ് ഏതൊക്കെ പിന്നിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത്, നമ്മുടെ ഔട്ട്പുട്ട് എന്താണ് വേണ്ടുന്നത്, അതായത് വെൻ പുഷ്ഡ് റൊട്ടേറ്റ്സ് ടു 90 ഡിഗ്രി ആൻഡ് വെൻ റിലീസ്ഡ് ഗോ ബാക്ക് ടു 0 ഡിഗ്രി. ഔട്ട്പുട്ട് എന്താന്നുള്ള ക്ലിയർ വിഷൻ നമ്മൾ ചാറ്റ് ജി പി ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു കോഡ് തരും. സോ ഞാൻ ഇങ്ങനെ ജനറേറ്റ് ചെയ്ത കോഡാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, നമുക്ക് കാണിച്ചു തരാം. സോ ഇവിടെ കോഡ് ക്ലിക്ക് ചെയ്ത് ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കോഡ് കാണാവുന്നതാണ്. ആൻഡ് ഇവിടെ ഞാൻ ഇനി കോഡ് ലൈൻ ബൈ ലൈൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആദ്യം നമ്മൾ ഇൻക്ലൂഡ് സെർവോ ഡോട്ട് എച്ച്, ഇതൊരു ലൈബ്രറിയാണ്. നമുക്ക് സെർവോ മോട്ടർ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഒരു ലൈബ്രറി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം, അത് #include servo dot h. ഇത് ചാറ്റ് ജി പി ടി തന്ന കോഡാണ്. ആൻഡ് സെക്കൻഡ് ലൈൻ, നിങ്ങൾക്ക് ലൈബ്രറി ഈ ഒരു
സെക്ഷനിലാണ് കിടക്കുന്നത്. ഇവിടെ ലൈബ്രറീസിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഒരു ഡ്രോപ്പ് ഡൗണിൽ പല ലൈബ്രറീസും വരും. അവിടെ സെർവോ എന്ന് പറയുന്ന ലൈബ്രറി ഉണ്ട്, ദാണ്ടെ ഇവിടെ. സോ അതിൽ ഇൻക്ലൂഡ് ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ഇങ്ങനെ വരും, ഈ ഒരു ലൈൻ വരും. ആൻഡ് ദെൻ താഴോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ആ സെർവോ ലൈബ്രറിക്ക് നമ്മുടെ സെർവോ മോട്ടറിന്റെ പേര് കൊടുക്കണം. നമ്മൾ മൈ സെർവോ എന്ന് പറഞ്ഞാണ് എനിക്ക് ഇവിടെ ഒരു പേര് തന്നത്. സോ സെർവോ, മൈ സെർവോ. ആൻഡ് ഇവിടെ നമ്മൾ പിന്നെ എവിടേക്ക് കണക്ട് ചെയ്തെന്ന് കൊടുക്കണം. ഇൻറ്റ് സെർവോ പിൻ ഈക്വൽ ടു 11 ആൻഡ് ഇൻറ്റ് ബട്ടൺ പിൻ ഈക്വൽ ടു 4. സോ ഇവിടെ നമ്മൾ വോയിഡ് സെറ്റപ്പിൽ കൊടുക്കുന്നത് മൈ സെർവോ ഡോട്ട് അറ്റാച്ച് സെർവോ പിൻ. അതായത് സെർവോ പിന്നിന്റെ വാല്യൂ 11 ആണെന്ന് നമ്മൾ ഇവിടെ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് മൈ സെർവോ, നമ്മുടെ സെർവോ ഡോട്ട് അറ്റാച്ച് സെർവോ പിൻ. അതായത് നമ്മൾ നമ്മുടെ സെർവോ മോട്ടർ സെർവോ പിൻ 11ലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ആൻഡ് സെക്കൻഡ് ലൈൻ എന്ന് പറയുന്നത് പിൻ മോഡ് ബട്ടൺ പിൻ ഇൻപുട്ട്. അതായത് ബട്ടൺ പിൻ എന്ന് പറയുന്നത് 4 ആണ്. ഞാൻ പറഞ്ഞു ആ ഗ്രീൻ വയർ കൊടുത്തിരിക്കുന്നത് ഓർഡിനോയ്ക്ക് ഒരു ഇൻപുട്ടിന് വേണ്ടിയാണ്, ബട്ടന്റെ സ്റ്റേറ്റ് മനസ്സിലാക്കാൻ വേണ്ടി. സോ അത് നമ്മൾ പിൻ മോഡ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നു. ആൻഡ് മൈ സെർവോ ഡോട്ട് റൈറ്റ് 0, അതായത് മൈ സെർവോ, ഞാൻ എൻ്റെ സെർവോയ്ക്ക് ആ ഒരു ഡിഫോൾട്ട് സ്റ്റേറ്റ് എപ്പോഴും 0 ഡിഗ്രി ആയിരിക്കണം. അതിനാണ് നമ്മൾ മൈ സെർവോ ഡോട്ട് റൈറ്റ് 0 എന്ന് കൊടുത്തത്. ആൻഡ് ഇനി കണ്ടിന്യൂസ്ലി റൺ ആവാനുള്ള വോയിഡ് ലൂപ്പിൽ നമ്മൾ ഇൻറ്റ് ബട്ടൺ സ്റ്റേറ്റ് ഡിജിറ്റൽ റീഡ് ബട്ടൺ പിൻ, അതായത് ബട്ടന്റെ സ്റ്റേറ്റ്, ആ ഒരു പുഷ് ബട്ടന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ബട്ടൺ പിന്നിന്റെ ഇൻപുട്ട് ആയിട്ട് സെറ്റ് ചെയ്യുന്നു. അതായത് ഡിജിറ്റൽ റീഡ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു പിന്നിലേക്ക് റീഡ് ചെയ്യുന്ന ഡേറ്റയാണ്. സോ ആ ബട്ടൺ പിന്നായിട്ടുള്ള 4ന്റെ ഇൻപുട്ടാണ് നമ്മൾ ബട്ടൺ സ്റ്റേറ്റിലേക്ക് കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ ബട്ടൺ പിൻ 4ൽ ഹൈ ആണ് വാല്യൂ എങ്കിൽ ബട്ടൺ സ്റ്റേറ്റ് ഹൈ ആവും. ആൻഡ് ബട്ടൺ പിൻ 4ൽ ലോ ആണ് വാല്യൂ എങ്കിൽ ബട്ടൺ സ്റ്റേറ്റ് ലോ ആവും. ആൻഡ് ഇഫ് ബട്ടൺ സ്റ്റേറ്റ് ഈസ് ലോ, ബട്ടൺ സ്റ്റേറ്റ് ലോ ആവുകയാണെങ്കിൽ 90 ഡിഗ്രിയിലേക്ക് സെർവോ ടിൽറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞു ഈ ഒരു പുഷ് ബട്ടന്റെ ഡിഫോൾട്ട് സ്റ്റേറ്റ് ഹൈ ആണ്. എപ്പോഴാണോ പ്രസ് ചെയ്യുന്നത് അപ്പോഴാണ് ഈ ബട്ടൺ ലോ ആവുന്നത്. സോ മൈ സെർവോ ഡോട്ട് റൈറ്റ് 90, എപ്പോഴാണ് പ്രസ് ചെയ്യുന്നത്, അതായത് ലോ ആവുമ്പോൾ സെർവോ മോട്ടർ 90 ഡിഗ്രി ടിൽറ്റ് ചെയ്യണം. അല്ലാത്തപ്പോഴെല്ലാം ഇത് 0 ഡിഗ്രി ആയിരിക്കണം ഇരിക്കേണ്ടത്. ഇത്രേ ഉള്ളൂ നമ്മുടെ കോഡ്. ഇത് ChatGPT ആ പ്രോംപ്റ്റ് കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയ കോഡാണ്. സോ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ പ്രോംപ്റ്റ് വേണമെങ്കിൽ കാണിച്ചു തരാം. സോ നിങ്ങൾ അതേപോലെ ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ട് ആ കോഡ് ഒന്ന് റൺ ചെയ്ത് നോക്കുക.
ഓക്കെ, ചെയ്ത് വർക്കാവുന്നവരൊക്കെ ഒന്ന് ചാറ്റിൽ പറയണം. ആൻഡ് നിങ്ങൾക്ക് ഇത് വർക്ക് ആവുന്നില്ലെങ്കിൽ നിങ്ങളുടെ കോഡിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. നിങ്ങൾ പറഞ്ഞു കൊടുത്ത അല്ലെങ്കിൽ ചാറ്റ് ജി പി ടി തന്ന പിൻ നമ്പേഴ്സ് എല്ലാം കറക്റ്റ് ആണോ, നിങ്ങൾ കണക്ട് ചെയ്തേക്കുന്ന പിന്ന് കറക്റ്റ് ആണോ, എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് വർക്ക് ആവുന്നെങ്കിൽ ഒന്ന് ചാറ്റിൽ മെസ്സേജ് ഇടുക. കുറെ പേരൊക്കെ വർക്കായി ചെയ്തു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇടുന്നുണ്ട്. വെരി ഗുഡ്. ആൻഡ് ബാക്കിയുള്ളവരും പെട്ടെന്ന് ചെയ്യാൻ നോക്കുക. ആൻഡ് ഇലക്ട്രോണിക് കിറ്റ്സിന്റെ കാര്യം ചോദിച്ച് കുറച്ച് പേരൊക്കെ മെസ്സേജ് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഇന്ന് തന്നെ ഹാർഡ്വെയർ ലിസ്റ്റ് തരുന്നതായിരിക്കും, ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും അത്. സോ ഡോണ്ട് വെറി. ഓക്കെ, നമുക്കെന്നാ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോയാലോ? എല്ലാരും ചെയ്ത് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. നിങ്ങൾ ടിങ്കർ കാഡിൽ പുതിയൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, പുതിയൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് സെർവോയും എൽ ഡി ആറും ആണ്. ആൻഡ് എൽ ഡി ആർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. ലൈറ്റ് സെൻസർ ആണ് എൽ ഡി ആർ. സോ നമ്മുടെ ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയറിലെ ലൈറ്റിന്റെ ലെവൽ അനുസരിച്ച് നമുക്ക് സെർവോ മോട്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആണിത്. ആൻഡ് ഞാൻ സർക്യൂട്ട് ആദ്യം തൊട്ട് ചെയ്യുന്നില്ല, നമുക്ക് ടൈം കൺസ്ട്രെയിൻ ഉള്ളതുകൊണ്ട്. ഞാൻ ഓൾറെഡി ഒരു സർക്യൂട്ട് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. സോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം.
ആൻഡ് നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. ആകെ വ്യത്യാസം ഇവിടെ പുഷ് ബട്ടന് പകരം നമ്മൾ LDR യൂസ് ചെയ്തു എന്നുള്ളതാണ്. സോ ഇതൊരു സെൻസർ ആണ്, LDR ലൈറ്റ് സെൻസർ. ആൻഡ് LDR സ്റ്റാൻഡ്സ് ഫോർ ലൈറ്റ് ഡിപ്പെൻഡന്റ് റെസിസ്റ്റർ. സോറി, ലൈറ്റ് ഡിപ്പെൻഡന്റ് റെസിസ്റ്റർ. അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള എൻവയോൺമെന്റിലുള്ള ലൈറ്റിന്റെ ലെവൽ അനുസരിച്ച് റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്ന, അതായത് റെസിസ്റ്റൻസ് വേരിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെൻസറാണിത്. ആൻഡ് ഇവിടുത്തെ കണക്ഷനും നേരത്തെ പോലെ തന്നെ പറഞ്ഞ 5 വോൾട്ട് നമ്മൾ പോസിറ്റീവ് റെയിലേക്ക് കണക്ട് ചെയ്തു. ആൻഡ് ഗ്രൗണ്ട് നമ്മൾ നെഗറ്റീവ് റെയിലേക്ക് കണക്ട് ചെയ്തു. ഇവിടെ നമ്മൾ LDR പ്ലേസ് ചെയ്തിട്ടുണ്ട്. LDRന്റെ ടെർമിനൽ 1 നമ്മൾ പോസിറ്റീവ് റെയിലേക്ക് കണക്ട് ചെയ്തു. ആൻഡ് ടെർമിനൽ 2 നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു 10K ഓം റെസിസ്റ്റർ വെച്ചിട്ട് നമ്മൾ നെഗറ്റീവ് റെയിലേക്ക് കണക്ട് ചെയ്തു. ഇനി ഇവിടെയും പുഷ് ബട്ടന്റെ പോലെ നമ്മൾ ഒരു ലെഗ് ആ ടെർമിനൽ 2ൽ നിന്ന് ഒരു ഗ്രീൻ വയർ എടുത്ത് അനലോഗിലേക്ക് കൊടുക്കുന്നുണ്ട്. കാരണം LDR ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള ടൂൾ അല്ല, LDR അനലോഗ് ആണ്. കാരണം LDRൽ ഒരു റേഞ്ച് ഓഫ് വാല്യൂസ് നമുക്ക് കിട്ടുമല്ലോ, ബ്രൈറ്റ്നസ് ലെവൽ അനുസരിച്ച് ഒരു റേഞ്ച് ഓഫ് വാല്യൂസ് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ LDR അനലോഗിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. ഞാനിവിടെ അനലോഗ് 0യിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് സെർവോയുടെ കണക്ഷൻ നേരത്തെ പറഞ്ഞതുപോലെ സെയിം തന്നെയാണ്. സെർവോയുടെ ഗ്രൗണ്ട് നമ്മൾ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്തു. ആൻഡ് പവർ നമ്മൾ പോസിറ്റീവ് റെയിലേക്ക് കണക്ട് ചെയ്തു. ആൻഡ് സിഗ്നൽ പൾസ് വിത്ത് മോഡുലേഷൻ ആയിട്ടുള്ള ഡിജിറ്റൽ പിൻ 11ലേക്കുമാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. സോ ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് സിമുലേറ്റ് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബ്രൈറ്റ്നസ് ലെവൽ ഉണ്ട്. കണ്ടോ, ബ്രൈറ്റ്നസ് ലെവൽ ഇവിടെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും ഇവിടെ സിമുലേറ്റ് ചെയ്യുമ്പോൾ. ആൻഡ് ഡാർക്ക് ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു 90 ഡിഗ്രിയിലായിരിക്കും ടിൽറ്റ് ചെയ്ത് നിൽക്കുന്നത്. ആൻഡ് ബ്രൈറ്റ്നസ് കൂടുമ്പോൾ ഇത് ഡിഫോൾട്ട് ആയിട്ടുള്ള 0 ഡിഗ്രിയിലേക്ക് സെർവോ മോട്ടർ വരും. സോ ഇതിന്റെ കണക്ഷൻ ഇതാണ്. ഞാൻ കണക്ഷൻ വേണമെങ്കിൽ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. നേരത്തെ പോലെ സെയിം തന്നെയാണ്, ആകെ നമുക്ക് ഡിഫറൻസ് വന്നത് പുഷ് ബട്ടന് പകരം നമ്മൾ LDR യൂസ് ചെയ്തു. ആൻഡ് 5 വോൾട്ടിൽ നിന്ന് പോസിറ്റീവ് റെയിലേക്ക്, ഗ്രൗണ്ടിൽ നിന്ന് നെഗറ്റീവ് റെയിലേക്ക്, ആൻഡ് LDRന്റെ ടെർമിനൽ 1ൽ നിന്ന് പോസിറ്റീവ് റെയിലേക്ക്, ടെർമിനൽ ടെർമിനൽ 2ൽ നിന്ന് 10K ഓം റെസിസ്റ്റർ വഴി നെഗറ്റീവ് റെയിലേക്ക്. അതേ ടെർമിനൽ 2ൽ നിന്ന് തന്നെ നമ്മൾ ഇതൊരു അനലോഗ് ഡിവൈസ് ആയതുകൊണ്ട് അനലോഗ് പിന്നിലേക്കാണ് കൊടുത്തത്. അപ്പോൾ അനലോഗ് ആണോ ഡിജിറ്റൽ ആണോ നിങ്ങൾക്ക് അതിന്റെ ഒരു ഔട്ട്പുട്ട് വെച്ച് മനസ്സിലാക്കാം. പുഷ് ബട്ടൺ എന്ന് പറയുന്നത് ഒരു ഹൈ ലോ അങ്ങനെ 2 സ്റ്റേറ്റ് മാത്രമുള്ള ഒരു ഡിവൈസ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ അത് ഡിജിറ്റൽ ആണ്. ബട്ട് അനലോഗ് എന്ന് പറയുമ്പോൾ അതിനൊരു ഒരു റേഞ്ച് ഓഫ് വാല്യൂസ് അതിന് ഔട്ട്പുട്ട് ആയിട്ട് തരാൻ പറ്റും. അതായത് ബ്രൈറ്റ്നസ് ലെവൽ അനുസരിച്ച് ഒരു റേഞ്ച് ഓഫ് വാല്യൂസ് അതിന് തരാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അനലോഗ് പിന്നിലേക്കാണ് കണക്ട് ചെയ്തത്. ആൻഡ് സെർവോ മോട്ടോർ സെയിം കണക്ഷൻ ആസ് ദി പ്രീവിയസ് ആക്ടിവിറ്റി. ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് റെയിലേക്ക്, പവർ പോസിറ്റീവ് റെയിലേക്ക്, ആൻഡ് സിഗ്നൽ പിൻ പൾസ് വിത്ത് മോഡുലേഷന്റെ പിന്നിലേക്ക്. സോ ഇത്രയും കണക്ഷൻ ഒന്ന് ചെയ്തു വെക്കുക എല്ലാവരും. എന്നിട്ട് ഇതിനും നമ്മൾ ChatGPT യൂസ് ചെയ്തിട്ടായിരിക്കും പ്രോംപ്റ്റ് ചെയ്യുന്നത്. അതിന്റെ പ്രോംപ്റ്റ് അടുത്തതായിട്ട് കാണിച്ചു തരാം. സോ എല്ലാവരും ഈ ഒരു കണക്ഷൻ ചെയ്തിട്ട് ചാറ്റിൽ തംസ് അപ്പ് ഇടുക. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു LDR യൂസ് ചെയ്തതുപോലെ ഏത് സെൻസർ വേണമെങ്കിലും ഇവിടെ റീപ്ലേസ് ചെയ്ത് യൂസ് ചെയ്യാം. ഇതേപോലെ തന്നെ ആയിരിക്കും ഒരു സെർവോ മോട്ടർ കൺട്രോൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ LDRന് പകരം ഒരു അൾട്രാസോണിക് സെൻസർ ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓട്ടോമാറ്റിക് ഡോർ ഓപ്പണർ പോലെ വേണമെങ്കിൽ ചെയ്യാം. അതായത് ആരെങ്കിലും അടുത്തെത്തുമ്പോൾ അൾട്രാസോണിക് സെൻസർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. അതായത് ഡിസ്റ്റൻസ് ഡിറ്റക്ട് ചെയ്യാനാണ്. അതായത് നിങ്ങളുടെ ഡോറിന്റെ അടുത്ത് ആരെങ്കിലും എത്തിയെന്നുണ്ടെങ്കിൽ ആ ഡിസ്റ്റൻസ് ഡിറ്റക്ട് ചെയ്തിട്ട് ഈ ഒരു വാല്യൂവിന് അകത്താണ് എത്തുന്നതെങ്കിൽ ഡോർ ഓപ്പൺ ആവുക, അതായത് ഇത്ര ഡിഗ്രി ടിൽറ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു കണക്ഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. സോ ഇതൊരു ബേസിക് കണക്ഷൻ ആണ് സെൻസർ വെച്ചിട്ട് സെർവോ മോട്ടോർ കൺട്രോൾ ചെയ്യുന്നതിനുള്ള. ആൻഡ് ഈ കണക്ഷൻ ചെയ്ത് കഴിഞ്ഞവര് ചാറ്റിൽ ഒന്ന് തംസ് അപ്പ് ഇടുക.
നമ്മുടെ ആക്ടിവിറ്റി സെഷനിൽ ഇത് ലാസ്റ്റ് ആക്ടിവിറ്റി ആണ്, സോ എല്ലാവരും കുറച്ച് സ്പീഡിൽ ചെയ്യുക. ഓക്കെ, നമുക്ക് ഇനി അടുത്തതിന്റെ കോഡിംഗ് പാർട്ടിലേക്ക് പോകാം. എല്ലാവരും കണക്ഷൻ ചെയ്ത് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. സോ ഇതിനും ചാറ്റ് ജി പി ടി വെച്ചിട്ട് പ്രോംപ്റ്റ് ചെയ്തിട്ടായിരുന്നു ഞാൻ കോഡ് യൂസ് ചെയ്തത്. ആൻഡ് ഓക്കെ, ഇതിന്റെ പ്രോംപ്റ്റ് ആയിരുന്നു ഇത്. ഐ എം യൂസിങ് ആൻ ഓർഡിനോ ഊണോ ഇൻ ടിങ്കർകാഡ് വിത്ത് ആൻ LDR കണക്റ്റഡ് ടു അനലോഗ് പിൻ A0. നമ്മൾ കമ്പോണൻസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓർഡിനോ ഊണോ ഇൻ ടിങ്കർകാഡ് ആൻഡ് LDR ആണ് യൂസ് ചെയ്യുന്നത്, കണക്റ്റഡ് ടു അനലോഗ് പിൻ A0 ആൻഡ് സെർവോ മോട്ടോർ കണക്റ്റഡ് ടു ഡിജിറ്റൽ പിൻ 11. സെർവോ മോട്ടറിന്റെ ഡിജിറ്റൽ പിൻ 11ലേക്കാണ് കണക്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലീസ് റൈറ്റ് ഓർഡിനോ code so that when the light level from the LDR is less than 900, ഈ 900 എന്ന വാല്യൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെറ്റ് ചെയ്യാം. നിങ്ങളുടെ റൂമിലെ ലൈറ്റിന്റെ അനുസരിച്ച് റേഞ്ച് മാറിക്കൊണ്ടിരിക്കും. ആൻഡ് ഒരു വാല്യൂ കൊടുത്തിട്ട് ആ വാല്യൂവിന് ലെസ് ആണെങ്കിൽ ദ സെർവോ മോഡ് മൂവ്സ് ടു 90 ഡിഗ്രീസ്, അതർവൈസ് ഇറ്റ് സ്റ്റേസ് അറ്റ് 0 ഡിഗ്രി. അപ്പോൾ ഒരു ലെവലിന് താഴെയാണെങ്കിൽ മാത്രം 90 ഡിഗ്രിയിലേക്ക് മൂവ് ചെയ്യുക, അല്ലാത്തപ്പോഴെല്ലാം 0 ഡിഗ്രിയിൽ സ്റ്റേ ചെയ്യുക. ദ കോഡ് ഷുഡ് ഓൾസോ പ്രിന്റ് ദി LDR വാല്യൂ. ഓക്കെ, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ആദ്യം നിങ്ങൾ പ്രോംപ്റ്റ് ചെയ്ത് കോഡ് ക്രിയേറ്റ് ചെയ്തെടുക്കുക, എന്നിട്ട് ഇത് സിമുലേറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ പ്രോംപ്റ്റ് യൂസ് ചെയ്ത് കോഡ് കിട്ടിയവരൊക്കെ ഒന്ന് തംസപ്പ് ഇടണേ ചാറ്റിൽ.
ഓക്കെ. പിന്നെ കിട്ടിയില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ട് എന്താണ് കിട്ടാഞ്ഞത്? ഔട്ട്പുട്ട് കിട്ടിയില്ലെന്നാണോ അതോ കോഡ് ചാറ്റ് ജി പി ടിന്ന് കിട്ടിയില്ലെന്നാണോ? ഔട്ട്പുട്ട് കിട്ടാത്തതാണെങ്കിൽ ഒന്ന് പിൻസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, കണക്ഷനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഇനി കിട്ടാത്തവർക്ക് ഞാൻ യൂസ് ചെയ്ത കോഡ് കാണിച്ചു തരാം. ഓക്കെ, സോ ഇതായിരുന്നു ഇതിന് കിട്ടിയ കോഡ്. ആൻഡ് ഇവിടെയും നേരത്തെ പോലെ നമ്മൾ സെർവോ എന്ന് പറയുന്ന ഒരു ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് നേരത്തെ പോലെ തന്നെ സെർവോ മൈ സെർവോ. ആൻഡ് ഇവിടെ നമ്മൾ പിൻസ് ഏതൊക്കെയാന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. LDRന്റെ പിൻ A0, സെർവോയുടെ പിൻ 11 ആൻഡ് LDRന്റെ ഡിഫോൾട്ട് വാല്യൂ 0 ആയിരിക്കും എപ്പോഴും. ആൻഡ് ഇവിടെ വോയിഡ് സെറ്റപ്പിനകത്ത് മൈ സെർവോ ഡോട്ട് അറ്റാച്ച് സെർവോ പിൻ, ഇതൊക്കെ നേരത്തെ വന്ന സെയിം കോഡാണ്. ആൻഡ് മൈ സെർവോ ഡോട്ട് റൈറ്റ് 0, അതായത് എപ്പോഴും സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ സെർവോയുടെ വാല്യൂ 0 ആയിരിക്കണം. ആൻഡ് സീരിയൽ ഡോട്ട് ബിഗിൻ 9600, ഇതിന് നമ്മൾ ബോർഡ് റേറ്റ് എന്ന് പറയും. അതായത് ഓർഡിനോയും ഇതും സെൻസറും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന റേറ്റിനാണ് ഇവിടെ ബോർഡ് റേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇതൊരു ഡിഫോൾട്ട് വാല്യൂ ആണ് 9600. ദെൻ വോയിഡ് ലൂപ്പിൽ കൊടുക്കുന്നത് LDR വാല്യൂ അനലോഗ് റീഡ്, അതായത് നമ്മൾ ആ ഒരു പിൻ LDRന്റെ കണക്ട് ചെയ്തിരിക്കുന്ന പിൻ ഒരു റീഡ് ആയിട്ട്, അതായത് ഇൻപുട്ട് എടുക്കാനുള്ള പിന്നായിട്ട് സെറ്റ് ചെയ്യുന്നു. ദെൻ സീരിയൽ ഡോട്ട് പ്രിന്റ് LDR വാല്യൂ. ആൻഡ് ഇവിടെ നമുക്ക് സീരിയൽ മോണിറ്റർ എന്നുള്ള ഒരു ഇത് സെക്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ LDRന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റും. സോ ഇവിടെ സ്റ്റാർട്ട് സിമുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ LDRന്റെ വാല്യൂ ഇപ്പൊ ഇവിടുത്തെ ഇരിക്കുകയാണ്. ഇതിങ്ങനെ കൂട്ടുന്നതിനനുസരിച്ച് ഇവിടെ LDRന്റെ വാല്യൂ മാറുന്നത് കാണാൻ പറ്റും. ആൻഡ് ഞാൻ 900 ആയിരുന്നു ഒരു ത്രഷോൾഡ് വാല്യൂ ആയിട്ട് കൊടുത്തത്. ആ 900 കഴിയുമ്പോൾ സെർവോ മോട്ടറിന്റെ പൊസിഷൻ മാറും. ഓക്കെ, സോ ഇതായിരുന്നു നമ്മൾ ചെയ്ത ആക്ടിവിറ്റി. എല്ലാവർക്കും ഈ ഒരു ഔട്ട്പുട്ട് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കണക്ഷൻ ഒന്ന് ചെക്ക് ചെയ്യുക. ആൻഡ് ChatGPT തന്ന കോഡാണെങ്കിലും പിൻസ് എല്ലാം സെയിം ആണോ, നിങ്ങൾ കണക്ട് ചെയ്ത പിൻ തന്നെ ആണോ അത് തന്നത് എന്നൊന്ന് ചെക്ക് ചെയ്യുക. എറർ എന്തെങ്കിലും കാണിക്കുന്നെങ്കിൽ സിൻടാക്സ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിങ്ങൾ കൈതട്ടി ഏതെങ്കിലും ബാക്ക് പോയോ, അതായത് സെമികോളനും അല്ലെങ്കിൽ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് ഏതെങ്കിലും ഡിലീറ്റ് ആയി പോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് എറർ വരാൻ സാധ്യതയുള്ളത്. അല്ലാതെ ChatGPT തരുന്ന കോഡ് കറക്റ്റ് ആയിരിക്കും, അതിന്റെ ലോജിക് ഒക്കെ. സോ എല്ലാരും ഈ ആക്ടിവിറ്റി ഫിനിഷ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഈ ആക്ടിവിറ്റി കഴിഞ്ഞെങ്കിൽ ലാസ്റ്റ് പോർഷനിലേക്ക് പോകാം. ഒരു 5 അല്ലെങ്കിൽ ഒരു 10 മോർ മിനിറ്റ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത സെഷനിലേക്ക് പോകാം. നമ്മുടെ ആക്ടിവിറ്റി ഇവിടെ വെച്ച് കഴിഞ്ഞു. സോ നിങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെ ഒരു സെൻസർ വെച്ചിട്ട് സെർവോ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ ഓർഡിനോ വെച്ചിട്ട് സെർവോ കൺട്രോൾ ചെയ്യാം എന്നുള്ളത് പറഞ്ഞു തന്നു. ആൻഡ് കോഡിംഗ് അറിയാത്തവർക്കാണെങ്കിൽ ChatGPT വെച്ച് പ്രോംപ്റ്റ് ചെയ്യാനും പറഞ്ഞു. പക്ഷെ നിങ്ങൾ ഇത് ഫിസിക്കൽ പ്രോട്ടോടൈപ്പിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ടിങ്കർ CAD യൂസ് ചെയ്യാൻ പറ്റില്ല ഓർഡിനോ
ഓർഡിനോ കോഡ് ചെയ്യാൻ. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ഓർഡിനോ IDE. ഇന്നലെ ഈ ഒരു ഇൻട്രൊഡക്ഷനിൽ ചെറുതായിട്ട് ഇത് പറഞ്ഞായിരുന്നു ഓർഡിനോ IDE എന്താന്ന്. സോ ദ പ്ലേസ് വെയർ യു റൈറ്റ് ആൻഡ് സെൻഡ് ഇൻസ്ട്രക്ഷൻസ് ടു ഓർഡിനോ ബോർഡ്സ്. നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഓർഡിനോ ബോർഡിന് കോഡ് റൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ഓർഡിനോ IDE. ഇവിടെ നമ്മൾ റൈറ്റ് ചെയ്യുന്ന കോഡിന് സ്കെച്ചസ് എന്നാണ് പറയുന്നത്. ആൻഡ് ഈ കോഡിൽ നമുക്ക് ഈ ഒരു സിസ്റ്റം നമുക്ക് ഓർഡിനോ പ്ലഗ് ചെയ്തിട്ട് കോഡ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ നമ്മൾ ഈ ടിങ്കർകാഡിൽ ചെയ്തതെല്ലാം നിങ്ങൾക്ക് ഈ സെയിം കോഡ് യൂസ് ചെയ്ത് ഓർഡിനോ IDEയിൽ ചെയ്യുവാണെങ്കിൽ ഫിസിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് സെർവോ മോട്ടറൊക്കെ ഇതേപോലെ തന്നെ ടിൽറ്റ് ചെയ്യാനും അല്ലെങ്കിൽ LED ബ്ലിങ്ക് ചെയ്യിപ്പിക്കാനും ഒക്കെ നിങ്ങൾക്ക് പറ്റും ഓർഡിനോ IDE വെച്ചിട്ട്. കോഡിനൊന്നും ഒരു വ്യത്യാസമില്ല, ഇതേ സെയിം കോഡാണ്. ഇതിലും നിങ്ങൾക്ക് ChatGPT യൂസ് ചെയ്ത് തന്നെ കോഡ് ചെയ്യാൻ പറ്റും. ആൻഡ് മോണിറ്റർ സെൻസർ ഡേറ്റ. ഇപ്പോൾ നമ്മൾ സീരിയൽ മോണിറ്റർ ക്ലിക്ക് ചെയ്തപ്പോൾ സെൻസറിന്റെ വാല്യൂസ് കാണാൻ പറ്റിയില്ലേ, ഡേറ്റ, അതേപോലെ തന്നെ IDEയിൽ നിങ്ങൾക്ക് സെൻസർ ഡേറ്റ കാണാൻ പറ്റും. ആൻഡ് ചെക്ക് ഫോർ എറേഴ്സ് ആൻഡ് ഡീബഗ് പ്രോഗ്രാംസ്. നിങ്ങൾ കോഡ് റൺ ചെയ്യിപ്പിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് കാണിക്കും, ഏത് ലൈനിലാണ് എറർ എന്നുള്ളത് കാണിക്കും. ആൻഡ് ഇത് ബിഗിനർ ഫ്രണ്ട്ലി ആണ്. വിൻഡോസിലും ലിനക്സിലും മാക്കോസിലും എല്ലാം ഇത് വർക്ക് ചെയ്യും. സോ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള സ്റ്റെപ്സ് ordino.cc എന്നുള്ള സൈറ്റിൽ പോവുക. അവിടെ ഡൗൺലോഡ് IDE. നിങ്ങൾക്ക് ഓരോ OSനും ഓരോ രീതിയിലായിരിക്കും ഡൗൺലോഡ് ചെയ്യേണ്ടത്. സ്റ്റെപ്സ് എല്ലാം സെയിം ആണ്. അവിടെ ഓപ്ഷൻസ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ OS ഏതാന്നുള്ളത്. സോ വിൻഡോസ് ആണെങ്കിൽ വിൻഡോസ്, മാക് OS ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ലിനക്സ് ആണെങ്കിൽ അത് നിങ്ങൾ ചൂസ് ചെയ്ത് കൊടുക്കുക, ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് കുറേ പെർമിഷൻസ് ചോദിക്കും ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. പെർമിഷൻസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ആൻഡ് അതിൻ്റെ ഒരു ഇന്റർഫേസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇങ്ങനെ ഇരിക്കും അതിൻ്റെ ഒരു ഇന്റർഫേസ്. ആൻഡ് ഈ ഒരു വൈറ്റ് പോർഷൻ ഇവിടെയാണ് നമ്മൾ കോഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കോഡ് ചെയ്ത അതേ കോഡിന് ഇവിടെയും ചെയ്യാം. ഇവിടെ നോക്കാം, നമുക്ക് വോയിഡ് സെറ്റപ്പ് ഇവിടെ ഉണ്ട്, വോയിഡ് ലൂപ്പ് ഇവിടെ ഉണ്ട്. ഇതേ സെയിം റൂൾസ് ആണ് ഇവിടെയും വരുന്നത്. ആൻഡ് ഈ ഒരു കോഡിന് നമ്മൾ സ്കെച്ച് എന്നാണ് പറയുന്നത്. ആൻഡ് മുകളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ച് ബട്ടൺസ് കാണാം. ഈ ഒരു ടിക്ക് ബട്ടൺ ആണ് വെരിഫൈ ബട്ടൺ. വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കോഡിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അത് കാണിക്കും. ഇവിടെ ഒരു ഔട്ട്പുട്ട് പെയിൻ എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് പോർഷൻ കാണാം താഴെ. അവിടെ ആയിരിക്കും നിങ്ങളുടെ എറേഴ്സ് ഒക്കെ വരുന്നത്. അല്ലെങ്കിൽ വർക്ക് ആവുന്നുണ്ടെങ്കിൽ അതും അവിടെ ആയിരിക്കും കാണിക്കുന്നത്. ആൻഡ് സെക്കൻഡ് ഒരു ആരോ ബട്ടൺ ആണ്, അത് അപ്ലോഡ് ബട്ടൺ. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർഡിനയിലേക്ക് ഈ ഒരു കോഡ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇവിടെ ന്യൂ എന്ന് പറയുന്ന ഒരു ബട്ടൺ, അത് പുതിയ കോഡ് റൈറ്റ് ചെയ്യാൻ, പുതിയ സ്കെച്ച് റൈറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ആൻഡ് ഓപ്പൺ സേവ്. ദെൻ സീരിയൽ മോണിറ്റർ. ഇവിടെയും നമുക്ക് സീരിയൽ മോണിറ്റർ ഉണ്ട്. സീരിയൽ മോണിറ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെൻസർ വാല്യൂസ് നമുക്ക് മാറുന്നത് കാണാൻ പറ്റും. ആൻഡ് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓർഡിനോ പ്ലഗ് ചെയ്യുക, USB വെച്ചിട്ട് പ്ലഗ് ചെയ്യുക. ആൻഡ് മുകളിൽ ടൂൾസ് സെക്ഷൻ ഉണ്ട്. ഇവിടെ ടൂൾസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാം. ആൻഡ് ടൂൾ സെക്ഷനിൽ പോയി കഴിയുമ്പോൾ അവിടെ ബോട്ട്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡ്രോപ്പ് ഡൗൺ ആയിട്ട് നിങ്ങൾക്ക് ഓർഡിനോ ഊണോ കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യുക. നിങ്ങൾ ഓർഡിനോ ഊണോ ആയിരിക്കുമല്ലോ യൂസ് ചെയ്യുന്നത്, സോ അത് സെലക്ട് ചെയ്യുക ബോർഡായിട്ട്. ആൻഡ് അവിടെ തന്നെ പോർട്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഇപ്പോൾ കാണിച്ചു തരാൻ പറ്റില്ല, കാരണം ഞാൻ ഫിസിക്കലി ഒരു ഓർഡിനോ കണക്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ USB യൂസ് ചെയ്ത് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ കാണിക്കും, നിങ്ങളുടെ പോർട്ടിന്റെ പേര് അവിടെ കാണിക്കും. നമ്മൾ ബ്ലൂടൂത്ത് ഒക്കെ കണക്ട് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളുടെ പോർട്ടിന്റെ പേര് കാണിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പോർട്ടും കണക്ട് ആവും. ഇത്രയും മാത്രമേ ഉള്ളൂ കണക്ട് ചെയ്യാനായിട്ട്. ബാക്കിയെല്ലാം കോഡ് റൈറ്റ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. നിങ്ങളുടെ കോഡ് ആ ഒരു ഓർഡിനയിലേക്ക് അപ്ലോഡ് ആയിട്ടുണ്ടാവും. ആൻഡ് അത് ഇനി റൺ ചെയ്താൽ മാത്രം മതി. ഓക്കെ. ആൻഡ് ബാക്കിയെല്ലാം നമ്മൾ ഓൾമോസ്റ്റ് കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിച്ചത് ഓർഡിനോയെ പറ്റിയായിരുന്നു. ഓർഡിനോ വെച്ചിട്ട് നമ്മൾ 3 ആക്ടിവിറ്റി ചെയ്തു. ഒന്നാമത്തെ ആക്ടിവിറ്റി ട്രാഫിക് ലൈറ്റ് സിമുലേഷൻ ആയിരുന്നു. നിങ്ങൾക്ക് ഓർഡിനോ വെച്ചിട്ട് LED ഡിലേ കൊടുത്ത് എങ്ങനെ കൺട്രോൾ ചെയ്യാം, പല LEDs അറ്റ് എ ടൈം എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാം എന്നുള്ളത് പഠിച്ചു. ആൻഡ് സെക്കൻഡ് ആക്ടിവിറ്റി നിങ്ങൾക്ക് ഓർഡിനോ വെച്ചിട്ട് സെർവോ പുഷ് ബട്ടൺ വെച്ച് സെർവോ കൺട്രോൾ ചെയ്യുന്നതായിരുന്നു, ഓർഡിനോയും പുഷ് ബട്ടണും വെച്ചിട്ട്. അതും നിങ്ങൾ ചെയ്തു. ആൻഡ് തേർഡ് എന്ന് പറയുന്നത് ഒരു സെൻസർ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്ത്, അതായത് നിങ്ങൾക്ക് ഏത് സെൻസർ വേണമെങ്കിലും LDRന് പകരം യൂസ് ചെയ്യാം. ഒരു സെൻസർ വാല്യൂ വെച്ചിട്ട് ഓർഡിനോ അല്ല സോറി സെർവോ മോട്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആണ് മൂന്നാമതായിട്ട് ചെയ്തത്. സോ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഓർഡിനോയിൽ ഈ ഒരു ലിമിറ്റഡ് ടൈമിൽ പറഞ്ഞു തരാൻ പറ്റുന്നതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ആൻഡ് ഇനി നിങ്ങൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുക ഓർഡിനോയെ പറ്റി പഠിക്കാൻ നിങ്ങൾക്ക്. ആൻഡ് വൺസ് അഗെയിൻ ഈ സെലക്ടഡ് ആയിട്ടുള്ള 43 ടീംസിനും കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് സൃഷ്ടിക്ക് വരുന്ന ടൈമിൽ ഹാക്കത്തോൺ ഡേക്ക് വേണ്ടിയിട്ട് ഓൾ ദി ബെസ്റ്റ്.
നിങ്ങൾക്ക് നാളെ ഇനി അടുത്തൊരു സെഷൻ ഉണ്ടായിരിക്കുന്നതാണ്, മെന്ററിങ് സെഷൻ. സോ ഹോപ്പ് എല്ലാവരും അതിനും അറ്റൻഡ് ചെയ്യുന്ന. നമ്മുടെ ഇന്നത്തെ സെഷൻ കുറച്ച് ടൈം കൂടുതൽ എടുത്തു എന്നറിയാം. ആൻഡ് അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇന്നത്തെ സെഷനിൽ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞു തന്നതൊക്കെ. ഓക്കെ, സോ ഇതുവരെ ചെയ്ത് എല്ലാം മനസ്സിലായി എന്നുള്ളവർക്ക് ലീവ് ചെയ്യാം. അല്ലാതെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റിൽ ചോദിക്കാം. സോ അല്ലാത്തവരെല്ലാം ഫ്രീ ഫീൽ ടു ലീവ്. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്.